ശരിയായ പ്രയോഗം ട്രിനിറ്റി എന്നല്ല, ട്രിയൂണിറ്റി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ത്രിയേകത്വം എന്നാണ് ശരിയായ പ്രയോഗം. എന്നാൽ ഉപയോഗം കൊണ്ട് വാക്കുകളുടെ അർത്ഥവും കാലക്രമേണ മാറുക പതിവുണ്ട് ഉപയോഗത്താൽ. അതുകൊണ്ട് ട്രിനിറ്റി എന്ന് പറഞ്ഞാലും ട്രിയൂണിറ്റി എന്ന് പറഞ്ഞാലും തത്വത്തിൽ ഒരു കാര്യമാണ്. പക്ഷെ കഴിവതും ത്രിയേകത്വം അഥവാ ട്രിയൂണിറ്റി എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതാണ് വസ്തുതാപരം. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് നേരെ ഉയരുന്ന ആദ്യത്തെ ചോദ്യമാണ്, ഈ ട്രിനിറ്റി എന്ന പദം ബൈബിളിൽ ഉണ്ടോ? അതിന്റെ മറുപടി ഇല്ലെന്ന് തന്നെയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു പദം ഇല്ല. അപ്പോഴേ നമ്മുടെ എതിരാളി ജയിച്ച ഒരു മനോഭാവത്തിലായിരിക്കും പിന്നെ നിൽക്കുന്നത്. ബൈബിളിൽ ഇല്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. നിങ്ങൾ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനായി സംസാരിക്കുന്നത്? അപ്പൊ നമ്മളോട് സംസാരിക്കേണ്ട എന്നുള്ള നിലയിൽ അങ്ങ് ഇരുന്നാൽ മതി. കാരണം സംഭാഷണം അവന്റെയും കൂടെ ഒരു ആവശ്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നില്ലേ, വേണ്ട, ഞാനും നിർത്തി. ബൈബിളിൽ ഇല്ലല്ലോ. അപ്പോൾ നിർത്തിയിട്ട് ആ നിശബ്ദതയ്ക്കകത്ത് ഉപയോഗിക്കാവുന്ന അടുത്ത ചോദ്യം, ബൈബിളിൽ ഇല്ലാത്ത ചില പദങ്ങൾ ഞാൻ തരാം. ആ പദങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉദാഹരണം, തിരുവത്താഴം. ഈ പദം ബൈബിളിൽ ഇല്ല. അങ്ങനെ കാര്യമുണ്ടോ? അതുണ്ട്. ഇനിയും ബൈബിളിൽ ഇല്ലാത്ത മറ്റൊരു പദം തരാം. അത് ഉൽപ്രാവണം എന്നാണ്. ഉൽപ്രാവണം, ആ പദം ഇല്ല, ബൈബിളിൽ ഇല്ല. അപ്പൊ തിരുവത്താഴമെന്നില്ല, ഉൽപ്രാവണമെന്നില്ല. എല്ലാത്തിലുപരി ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ സർവവ്യാപി എന്ന് പറയാറുണ്ട്. ബൈബിളിൽ എങ്ങും ദൈവം സർവവ്യാപി എന്നൊരു ഒരു വാക്കില്ല. പക്ഷെ ദൈവം സർവവ്യാപിയാണെന്ന് തെളിയിക്കാൻ വേണ്ട വേറെ സൂചനകൾ ബൈബിളിലുണ്ട്. കാരണം ദൈവം എന്ന് പറഞ്ഞാലേ സർവവ്യാപിയാ. അതാ ഏറ്റവും വലിയ തെളിവ്. അത് സർവ്വവ്യാപി അല്ലെങ്കിൽ ദൈവം അല്ലാതാകും. അപ്പോൾ പിന്നെയുണ്ട്, ഞാൻ സ്വർഗത്തിൽ കയറിയ നീ അവിടെ ഉണ്ട്, പാതാളത്തിലുണ്ട് കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്. ഇതൊക്കെ സർവ്വവ്യാപിക്ക് തെളിവാ. പക്ഷെ സർവ്വവ്യാപി ആ പദം ബൈബിളിലില്ല. എല്ലാത്തിലുപരി ബൈബിളെന്നൊരു പദം ഇല്ല. ബൈബിളിൽ പദം ഇല്ല. മാത്രമല്ല, ഈ പദം 14-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടാകുന്നത്. ബൈബിള് ക്രോഡീകരിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബൈബിൾ എന്ന പദം ഉണ്ടാകുന്നത്. ബൈബിൾ എന്ന പദം നമുക്ക് തന്നത് 1382 ജീവിച്ചിരുന്ന ജോൺ വിക്ലിഫാണ്. വിക്ലിഫാണ് ഈ ബൈബിളിന് ബൈബിൾ എന്ന് പേരിടുന്നത്. പിന്നെ ലോകമെല്ലാം പേര് ഏറ്റെടുത്തു, ബൈബിൾ എന്നുള്ള പേര്. അപ്പോൾ കാലഘട്ടങ്ങളിലൂടെയാണ് ഈ ഡോക്ട്രിൻ രൂപപ്പെടുന്നതും. ഡോക്ട്രിൻ പണ്ടേ ഉണ്ട്, അത് സ്ഥിരീകരിക്കപ്പെടുന്നു എന്ന് പറയാനായിരിക്കും നല്ലത്. ഒത്തിരി കാലഘട്ടങ്ങളിലൂടെയാണ്. നമ്മളും ഈ അറിവിന്റെ ഒരു പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, നമ്മൾ പിടിച്ചിരിക്കും നിരൂപിക്കുന്നില്ല, നമ്മൾ അതിന്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. അത് ഉൾപ്രാവണം വരെ നമ്മുടെ അന്വേഷണവും പഠനവും തുടരും. അത് പല വിഷയങ്ങളിൽ അങ്ങനെയാണ്. എന്നാൽ ഈ ദൈവസംബന്ധിയായ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം. പലരും ട്രിനിറ്റിയെ കുറിച്ച് തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരുത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും പറയുന്നത് ട്രിനിറ്റി അല്ല, മോഡലിസമാണ് എന്നൊരു പ്രശ്നമാണ്. നമുക്കിവിടെ ഇറങ്ങുന്ന പല കൃതികളുണ്ട്. നമ്മൾ ദൈവശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ മലയാളികൾ പുകഴ്ത്തിയ ചില ദൈവാസന്മാരുടെ, അവരെ ചെറുതായി കാണുകയല്ല, അവർ പോലും പറഞ്ഞത് ഈ വിഷയത്തിൽ മോഡലിസമാണ്. അപ്പൊ മോഡലിസം എന്താണെന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. മോഡലിസം അപ്പോൾ എന്താണ് അല്ലെങ്കിൽ നമ്മളെല്ലാം പലപ്പോഴും ധരിച്ചേക്കുന്നതാ. അതായത് പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. സൃഷ്ടിപ്പിൽ പിതാവും വീണ്ടെടുപ്പിൽ പുത്രനും സഭാപരിപാലനത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ദൈവം നിലകൊള്ളും. ഒരു ദൈവത്തിന്റെ 3 അവസ്ഥകൾ അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് 1 ഗോഡ്, MODE മോഡ്, 3 മോഡ്സ്. അതാണ് മോഡലിസം എന്ന പദം അങ്ങനെ ഉണ്ടാകുന്നത്. ഒരു ദൈവത്തിന്റെ 3 മോഡ്സ് ആണ് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അത് സ്ഥിരീകരിക്കാൻ വേണ്ടി വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയും, ഞാൻ എൻ്റെ അപ്പന് മകനാണ്, എൻ്റെ മകന് ഞാൻ അപ്പനാണ്. അപ്പോൾ ഇങ്ങനൊരു ഉദാഹരണം വഴി 3 കാര്യം പറയും. 3 കാര്യം പറയുമ്പോൾ പിന്നെയും കിടക്കുകയാണ്, ഞാൻ എൻ്റെ ബ്രദറിന് അളിയനാണ്, എൻ്റെ ബ്രദറിലേക്ക്, ഞാൻ എൻ്റെ അമ്മായിയപ്പന് മരുമകനാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഉദാഹരണമാണ് നമ്മളെ ഏറെ ബുദ്ധിമുട്ടിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ ഇന്ന് ഇസ്ലാം സംവാദത്തിൽ ഏറെ ഏർപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഒരു സഹോദരൻ വളരെ പ്രസിദ്ധമായ ഒരു പെന്തക്കോസ്ത് ചർച്ചക്കോട് കുടുംബത്തിൽ നിന്ന് പോയിട്ട് ഇസ്ലാമായി തീർന്നു. അപ്പൊ അയാള് ട്രിനിറ്റി സംബന്ധിയായ ഒരു ചർച്ചയ്ക്ക് തന്റെ പാസ്റ്ററോട് ചോദിക്കുകയാണ്, എന്താണ് ട്രിനിറ്റി എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു കൊടുത്തു, ട്രിനിറ്റി എന്ന് പറഞ്ഞാല് ഈ റബർക്ക പോലെയാണെന്ന്. ട്രിനിറ്റി
റബർക്ക പോലെയാണ് എന്ന് പറഞ്ഞു. ഇയാൾക്കാകെ സംശയമായി. പുതിയ കുട്ടികളല്ലേ, അവർക്ക് ഈ കമ്പ്യൂട്ടർ പോലെ തലയുള്ള കുഞ്ഞുങ്ങളാണ്. അതിലും വലിയ കാഴ്ചപ്പാടി കാത്തിരിക്കുന്ന കുട്ടികളോട് ഇത്തരം വിഡിത്തമൊക്കെ പറയാതിരിക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ദൈവത്തെ ഒന്നിനോട് ഉപമിക്കരുത്. അത് ബൈബിളിൽ തന്നെ ഉണ്ട്. തമ്മിൽ ഒത്തുവരത്തക്ക വണ്ണം നിങ്ങൾ എന്നെ ആരോട് ഉപയോഗിച്ച് സദൃശ്യമാക്കും. അതുകൊണ്ട് ഇത് ട്രിനിറ്റി അല്ല എന്നാദ്യം മനസ്സിലാക്കുക. ഈ പറഞ്ഞത് ഒരു ദൈവത്തിന്റെ 3 വെളിപ്പെടലുകളാണ്. ട്രിനിറ്റി എന്ന വാദത്തെയാണ് മോഡലിസം. നിങ്ങൾ ചെല്ലുന്ന മോഡലിസത്തിലേക്കാണ്. ഇതാണ് യേശുനാമക്കാരൻ പഠിപ്പിക്കുന്ന ഉപദേശമാണ് ഈ കണ്ടത്. ദയവായി ദൈവമക്കളാരും ട്രിനിറ്റി വിശ്വസിക്കുന്ന പെന്തക്കോസ്തുകാരും ഈ പറയപ്പെട്ട വാദത്തിന്റെ പിന്നാലെ പോകരുത്. കാരണം ക്ഷമിക്കണം, ചെറിയ പനി ഉണ്ട്. സാരമില്ല, പ്രശ്നമില്ല. ഇവിടെ നല്ല മഴയുടെ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ചെറിയ ശ്വാസം മുട്ടലും പനിയൊക്കെ ഉണ്ട്. സാരമില്ല, ഇതിനൊക്കെ അതിജീവിക്കാം. അപ്പൊ കേൾക്കുക. അപ്പൊ ട്രിനിറ്റി എന്ന പദം ബൈബിളിൽ ഇല്ല എന്ന പ്രശ്നത്തിന്റെ ഒരു സാധൂകരണം നമ്മൾ കണ്ടു. അടുത്തായിട്ട് പറഞ്ഞത്, ഈ ട്രിനിറ്റി എന്ന പേരില് പല ആളുകളും പറയുന്ന ട്രിനിറ്റി അല്ല, മോഡലിസമാണ്. വൺനെസ് ടീച്ചിങ് ആണ് പലപ്പോഴും പറയുന്നത്. ഇനി അതൊക്കെ നമുക്ക് ക്രമേണ വരാം. അപ്പോൾ എന്തല്ല ട്രിനിറ്റി എന്ന് ആദ്യം മനസ്സിലായി. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ 3 ദൈവങ്ങൾ ഉണ്ടെന്ന പഠിപ്പിക്കലല്ല. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിന്റെ 3 പ്രത്യക്ഷതകളല്ല. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദൈവം 3 രൂപത്തിൽ 3 കാലഘട്ടങ്ങളിൽ ഇടപെടും എന്നല്ല. പിന്നെ എന്താണ് ട്രിനിറ്റി? ക്ലാസിക്കൽ ട്രിനിറ്റി എന്താണ്? അതിന്റെ ഡോക്ട്രിൻ എന്താണ്? ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി എന്താണ്? ഒന്നാമത്തെ കാര്യം, ഈ ട്രിനിറ്റി കാലാതീതമാണ്. അതിന് ആരംഭമില്ല. എന്നും ട്രിനിറ്റി ഉണ്ടായിരിക്കും. പിതാവ് എന്നും ഉണ്ട്. പിതാവ് ഇല്ലാതിരുന്നൊരു കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. എന്നും ഉണ്ട്, കാലഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ട്രിനിറ്റി? അതെങ്ങനെയാണ് 3 ദൈവമാകും? ഇതൊരു ചോദ്യമാണ്. നമ്മൾ ഈ ചോദ്യത്തെ ഒന്ന് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പൊ ആദ്യം ആളുകളോട് ചോദിക്കണം, ട്രിനിറ്റി എന്നത് പദം ബൈബിളിലില്ല, പക്ഷെ ട്രിനിറ്റി എന്ന ഉള്ളടക്കം, ആ കണ്ടന്റ് ബൈബിളിലുണ്ട്. ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നാണ്. ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ട്രിനിറ്റി? ഒറ്റ വാക്കിൽ പറയാം, മത്തായി 28:19, 2 കൊരിന്ത്യർ 1:1 ട്രിനിറ്റി വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് ട്രിനിറ്റി. അപ്പൊ നമുക്ക് അതേക്കുറിച്ചുള്ള 1-2 വിശദീകരണത്തിലേക്ക് ഒന്ന് പോകാം. ഈ ട്രിനിറ്റിയെ സംബന്ധിച്ച്, ത്രിയേകത്വത്തെ സംബന്ധിച്ച് പ്രധാനമായും 2 ആശയങ്ങൾ ഉരുത്തിരിയാറുണ്ട്. 2 ആശയങ്ങൾ, 2 കാര്യങ്ങൾ, 2 ക്വസ്റ്റ്യൻസ് അവിടെ റൈസ് ചെയ്യും. അങ്ങനെ റൈസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യനിൽ ഒന്ന്, ഞാന് ഒരു വെള്ളം കുടിക്കുകയാണ്, പ്രശ്നം ഉണ്ടാക്കല്ലേ, 1 മിനിറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല. 2 കാര്യങ്ങൾ റൈസ് ചെയ്യും. ഒന്ന്, ആരാണ് ദൈവപിതാവ്? ആരാണ് ദൈവപുത്രൻ? ആരാണ് പരിശുദ്ധാത്മാവ്? ട്രിനിറ്റി വീക്ഷണം അനുസരിച്ച് ഗോഡ് ദ ഫാദർ ഈസ് നോട്ട് ഗോഡ് ദ സൺ, ആൻഡ് ഗോഡ് ദ സൺ ഈസ് നോട്ട് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് ഗോഡ് ദ ഫാദർ.
ഇത് നോട്ട് എന്ന പദം കൃത്യം ഓർക്കുക. ദൈവപിതാവല്ല ദൈവപുത്രൻ. ക്രൂശിൽ മരിച്ചത് പിതാവല്ല പുത്രനാണ്. ക്രൂശിൽ മരിച്ചത് പരിശുദ്ധാത്മാവല്ല പുത്രനാണ്. പുത്രന്റെ അഭാവത്തിൽ ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, പിതാവല്ല. അങ്ങനെ ആ വ്യതിരിക്തത കൃത്യം ഊന്നിയാണ് ട്രിനിറ്റി പഠിക്കേണ്ടത്. 3 പേഴ്സൺസ് ഇൻ 1 എസൻസ്. അതാണ് അതിന്റെ ഡെഫനിഷൻ. ട്രിനിറ്റിയുടെ ഡെഫനിഷൻ: ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ദൈവപിതാവ്, ദൈവപുത്രൻ, ദൈവപരിശുദ്ധാത്മാവ്. അവർ 3 പേഴ്സൺസ് ആണ്. 3 പേരാണ്. 3 പേർ ഇൻ 1 എസൻസ്. ഒരു ഉള്ളടക്കത്തിൽ, ഒരു സാരാംശത്തിൽ 3 പേർ. സാരാംശത്തിൽ 3 പേരായിരിക്കുന്ന, ഉള്ളടക്കം കൊണ്ട് ഒന്നായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് ട്രിനിറ്റി. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഉരുത്തിരി ഇതിനകത്ത് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ ഉരുത്തിരിയുന്നൊരു ചോദ്യം, പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്സ്. അതായത് ഒരു അരിത്തമാറ്റിക്സിന്റെ പ്രശ്നം. 1 അധികം 1 അധികം 1, അത് എത്രയാണ്? അടുത്ത പ്രശ്നം, ദൈവപിതാവ് ആരാണ്, ദൈവപുത്രൻ ആരാണ്, ദൈവപരിശുദ്ധാത്മാവ് ആരാണ്? അടുത്ത പ്രശ്നം അതാണ്. അപ്പോൾ ഇതിനെ പറയുന്നത് പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ് എന്നാണ്. അപ്പൊ പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്സ് ഉണ്ട്, പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ ആദ്യ സെക്ഷൻ ഞാൻ കുറെ ഇതിന്റെ തത്വാധിഷ്ഠിതമായിട്ട് പറയുക കേട്ടോ. തിയററ്റിക്കൽ ആയ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഞാൻ സിമ്പിൾ ആക്കിയത് പറഞ്ഞോളാം. അതിനകത്ത് വിഷമിക്കണ്ട, എങ്കിലേ കാര്യം നടക്കുള്ളൂ. 2 രീതിയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. നമ്മളൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ തിയററ്റിക്കൽ സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉൾക്കൊള്ളേണ്ടതിനും മനസ്സിലാക്കേണ്ടതിനും വേണ്ടി അതിന്റെ പ്രായോഗിക വശവും പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതിനകത്ത് 2 പ്രശ്നങ്ങൾ ഉരുത്തിരിയും. 1 പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ്, 2 പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്സ്. 2 പ്രോബ്ലംസ് ഉരുത്തിരിയും. അതിന് 2നും നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ട്രിനിറ്റി സംബന്ധിയായ ക്രിറ്റിസിസം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ വീക്ഷണത്തെക്കുറിച്ചുള്ള ക്രിറ്റിസിസം 2 വശത്തു നിന്ന് വരും. 1 ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസിസം എന്ന് പറയും, 2 റൈറ്റ് സൈഡ് ക്രിറ്റിസിസം എന്ന് പറയും. ഈ ലെഫ്റ്റ് സൈഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മുടെ വിപരീത ദിശയിൽ നിൽക്കുന്ന ആളുകളുടെ ചോദ്യമാണ്. വിശേഷിച്ച് മുസ്ലിംസിനെ പോലെയുള്ള അത്ര ആളുകൾ ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഔട്ട് ഓഫ് ബൈബിൾ ആണ് ആ ചോദ്യം ചോദിക്കുന്നത്. 3 ദൈവം ഉണ്ടോ, 3 അങ്ങനെ ഒരു ചോദ്യം വരും. ഇത് ലെഫ്റ്റ് സൈഡാണ്, അല്ലെങ്കിൽ പാസീവ് ക്രിറ്റിസിസം ആണ്. ഇനി ആക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ക്രിറ്റിസിസം ഉണ്ട്. റൈറ്റ് സൈഡ് ക്രിറ്റിക്സ് ചോദിക്കുന്നത് നമ്മുടെ കൂടെ വരുന്നവർ തന്നെയാണ്. ബൈബിളിനെ വിശ്വസിച്ചു വരുന്നു എന്ന് പറയുന്നവർ അകത്തു നിന്ന് ഉന്നയിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ വക്താക്കളാണ് യഹോവ സാക്ഷികള്, ക്രിസ്ത്യാഡൽഫിയൻസ്, ഈ വണ്ണസ് പെന്റക്കോസ്റ്റൽസ്. 3 ഗ്രൂപ്പുകാർ. അവർ തമ്മിലും വ്യത്യാസം. അപ്പൊ അവരെ യൂണിറ്റേറിയൻ എന്ന് വേണമെങ്കിലും പറയാം. ഈ പറയപ്പെട്ട ആളുകൾ യൂണിറ്റേറിയന്മാരെന്നും പറയാം. യൂണിറ്റേറിയന്മാരിൽ യഹോവ വിറ്റ്നസ് ഉണ്ട്, അല്ലെങ്കിൽ അരിയൂസ് എന്ന് പറയുന്ന വേദവിപരീത അനുഗാമികൾ അവരുണ്ട്. അടുത്തത് ക്രിസ്ത്യാഡൽഫിയൻ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇനിയുള്ള ഒരു ഗ്രൂപ്പ് വണ്ണസ് പെന്റക്കോസ്റ്റൽസ് എന്ന UPC, യുണൈറ്റഡ് പെന്റക്കോസ്റ്റൽസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഈ റൈറ്റ് സൈഡ് ക്രിട്ടിക്സ്. ഇനി അവരെ വിളിക്കുന്നത് യൂണിറ്റേറിയന്മാർ എന്നാണ്. നമ്മൾ ട്രിനിറ്റേറിയന്മാരും അവർ യൂണിറ്റേറിയന്മാരുമാണ്. ഇനി ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ആണ്. അവര് ബൈബിളിന് പുറത്തിറങ്ങി നമ്മളെ ക്രിട്ടിസൈസ് നടത്തുന്നു. ഇവരെല്ലാം ചോദിക്കുന്നത് ഈ അരിത്തമാറ്റിക്സ് സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. 1 അധികം 1 സമം എങ്ങനെ 1 ആകും? ഈ ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് 1 അധികം 1 എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാണ്, 1 ആണെന്നല്ല നമ്മൾ പറയുന്നത്. അത് പണ്ടാരോ തെറ്റിച്ചു പറഞ്ഞാണ്. ചില പ്രമുഖരൊക്കെ അവരുടെ കൃതികളിൽ ഇത് 1 അധികം എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് 1 × 1 × 1 എന്ന് എഴുതിയിട്ടുണ്ട്. 1 × 1 × 1 = 1. ഇത് തെറ്റാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഏത് ബഹുദൈവ വിശ്വാസവും നമുക്ക് ഒന്നാക്കാം. കാരണം അതിന്റെ കൂടെ നമ്മള് ഇപ്പൊ 33 കോടി ദേവഗണങ്ങളുള്ള ഹിന്ദു ചിന്തയെ വേണമെങ്കിൽ ഇതുപോലെ ഈ കണക്കനുസരിച്ച് ഒന്നാക്കാമല്ലോ. 1 × 1 × 1 എന്ന് പറഞ്ഞെങ്കിൽ കുറെ നേരം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ 33 കോടി എഴുതിപ്പോയാൽ അത് ഏകദൈവ വിശ്വാസം എന്ന് പറയേണ്ടി വരും. അതിലർത്ഥമില്ല. അതുകൊണ്ട് ആദ്യം സമ്മതിക്കുക 1 + 1 + 1 = 3. അങ്ങനെ തന്നെ സമ്മതിക്കുക. അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇതിനകത്തൊരു കാര്യം, ഈ വണ്ണസ് പെന്റക്കോസ്റ്റൽസോ യഹോവ വിറ്റ്നസോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, അവര് ഈ അരിത്തമാറ്റിക്സ് കറക്റ്റ് ആക്കും.
ദൈവം ഏകനാണ്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന് പറയുന്നത്, വണ്ണസ് പെന്തക്കോസ്റ്റൽസ് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അവരവിടെ പറയുമ്പോൾ ആ കണക്ക് അവർക്ക് കറക്റ്റ് ആവും. ഒന്നേ ഉള്ളൂ, ദൈവം ഏകനാണ്. ഇനി യഹോവ വിറ്റ്നസ് പറയുന്ന മറ്റൊരു രൂപത്തിലാണ്. അവര് പറയും ദൈവപിതാവ് എന്ന് പറഞ്ഞാൽ യഹോവയാണ്. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ആദ്യ സൃഷ്ടിയാണ്. അപ്പൊ പുത്രൻ ദൈവമല്ല. പുത്രനെ ദൈവം എന്ന് വിളിക്കുന്നതൊക്കെ ഒരു പദവി കൊണ്ട് വിളിക്കുന്നതാണ്. പുത്രൻ ദൈവമല്ല എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ പുത്രൻ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന വാദമാണ് യഹോവ വിറ്റ്നസ് മുമ്പോട്ട് വെക്കുന്നത്. ക്രിസ്ത്യാഡൽഫിനും ഇങ്ങനെയാണ്. അപ്പൊ അതിനൊരു വാക്യമൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. നമുക്ക് ആ വാക്യമൊക്കെ ഏതോചിതം പരിശോധിച്ച് തന്നെ പോകാം. ഏതായാലും അങ്ങോട്ട് വരും മുമ്പ് ഈ രണ്ട് പ്രോബ്ലം എടുക്കുന്ന ആളുകൾ, ഈ രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ്, ഇത് ഒരിക്കലും പൂരിപ്പിക്കാനായിട്ട് ഈ വണ്ണസ് പെന്തക്കോസ്റ്റൽസിനും കഴിയില്ല, അതുപോലെ യഹോവ വിറ്റ്നസിനും കഴിയില്ല. അവിടെ വരുമ്പോൾ അവരാകെ വിഷമിക്കും. ഇതിലൊരാൾ ഉത്തരമില്ലാതെ വിഷമിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് മൂലഭാഷയിലേക്ക് പോകാവുന്നതാണ്. മൂലഭാഷയിലേക്ക് ഉത്തരമില്ലാന്ന് അതിന്റെ അർത്ഥം. നമുക്ക് മലയാളം ബൈബിളും അതിൽ തെളിയിക്കാൻ ധാരാളം മതി ഈ കാര്യം ബോധ്യപ്പെടുത്താൻ. ഇവിടെ ഈ മലയാളം നല്ലൊരു പരിഭാഷയാണെന്ന് പലർക്കും അറിയില്ല. അത് ചില അവ്യക്തതകളുണ്ട്. അവ്യക്തത വരുമ്പോൾ നമ്മൾ മൂലഭാഷയിൽ പോകുന്നൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഈ മൂലഭാഷയിലേക്ക് ഒരു പോക്കാണ്. അവരുടെ കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് മൂലഭാഷയിലേക്ക് ഒരു പോക്കാണ്. അത് നമുക്കതൊക്കെ പോകാം, അതിന്റെ കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു അടവാണ്. പലപ്പോഴും മൂലഭാഷയിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് പോവാണ്. വാസ്തവത്തില് ഈ കക്ഷികളിൽ പലർക്കും മൂലഭാഷ അറിയത്തില്ല, അത് വേറെ സത്യം. ഞാനിവിടെ യഹോവ വിറ്റ്നസിന്റെ രണ്ടുപേര് വന്നിരുന്നു. ഞാൻ അവരോട് ഈ മൂലഭാഷ പറഞ്ഞു വന്നപ്പോൾ എന്റെ കയ്യിലുള്ള കുറെ ടെസ്റ്റ് എടുത്തു കൊടുത്ത് വായിക്കാൻ പറഞ്ഞു. അവർക്ക് മൂലഭാഷ അറിയത്തില്ല, ഈ മലയാളം ഇംഗ്ലീഷ് ഒഴിച്ച് ഒരു ഭാഷ അറിയത്തില്ല. അപ്പോൾ ആരോ പറഞ്ഞു കേട്ട അറിവിലാണ് ഈ വഴിക്കൊക്കെ പോകുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് വിഭിന്നമായിട്ട് മലയാളം ബൈബിളിൽ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനും വിശ്വസിക്കാനും വേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. മലയാളം പരിഭാഷ വളരെ വളരെ മനോഹരമാണ്. അപ്പൊ ആ പരിഭാഷയുടെ ഉള്ളടക്കങ്ങളിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അന്നത്തെ മനുഷ്യന്റെ പരിഭാഷയിൽ ഉണ്ടാകാവുന്ന തെറ്റുകളുണ്ട്. തെറ്റ് എന്ന് പറയുന്ന ഇന്റൻഷണൽ അല്ലത്, സ്വാതന്ത്ര്യമായിട്ടൊക്കെ സംഭവിച്ച. ഞാൻ പറയാറുണ്ട്, ഇത് നായർ സഹോദരന്മാരാണ് നമുക്ക് മലയാള ബൈബിൾ പരിഭാഷപ്പെടുത്തി തന്നത്. അത് ചാത്തുമേനോനെന്നും അതുപോലെ വൈദ്യനാഥ അയ്യർ എന്നൊക്കെ പേരുള്ള നമ്പൂതിരിമാരും നായരും ഒക്കെയാണ് നമുക്കിത് പരിഭാഷപ്പെടുത്തി തന്നത്. പക്ഷേ അവർ വളരെ പ്രാർത്ഥനയോടെ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞാണ് ഈ ട്രാൻസ്ലേഷന് വേണ്ടി വന്നിരിക്കുന്നത് ഓർക്കണം. അതിലൊരാൾ രക്ഷിക്കപ്പെട്ടു, പിൽക്കാലത്ത് ഭയങ്കര ദൈവാസനായിട്ട് മാറി, കോട്ടയം കളക്ടറും ഒക്കെ ആയി അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മാറി. അതൊക്കെ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഏതായാലും പറഞ്ഞു വന്നത്, മലയാളം ബൈബിൾ വായിച്ചാൽ മതി, നമുക്ക് ട്രിനിറ്റി അടക്കമുള്ള ബൈബിൾ വിഷയങ്ങൾ ഏതാണ്ട് വിശ്വസിക്കാം. എന്നാൽ ചില കാര്യങ്ങളിൽ ഒരല്പം വ്യക്തത വേണമെങ്കിൽ നമ്മൾ മൂലഭാഷയിലേക്ക് പോകാം. ഉത്തരം അറിയാതെ വരുമ്പോൾ ഓടി മൂലഭാഷ പോകുന്ന ഒരു തന്ത്രമാണ്. അപ്പൊ അത് നമുക്ക് വേണ്ട. നമുക്കിത് അതെല്ലാം അത്യാവശ്യം പഠിച്ചു വെച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഈ വണ്ണസ്സുകാരനെ എടുത്താലും ഇവരെ എടുത്താലും ഒന്നും നമുക്ക് ഒരിക്കലും ഈ എന്താ പറയുക പ്രോബ്ലം ഓഫ് ഇന്റർ റിലേഷൻസ് തെളിയിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിനെ ഒന്നുകൂടെ ഞാൻ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവരിക, ഒരു ക്രമമായി കൊണ്ടുവരാം. ഒന്ന്, ട്രിനിറ്റി എന്ന് പറയുന്നത് മോഡലിസം അല്ല, ഒരാളുടെ മൂന്ന് രൂപങ്ങളല്ല ട്രിനിറ്റി. പിന്നെ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ബഹുദൈവ ചിന്തയല്ല. ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ദൈവപിതാവ് ദൈവപുത്രനല്ല, ദൈവപുത്രൻ ദൈവപരിശുദ്ധാത്മാവുമല്ല. ഇത് സംബന്ധിച്ച് റൈസ് ചെയ്യുന്ന രണ്ട് സംശയങ്ങളുണ്ട്, രണ്ട് സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ കണക്കാണ്. ദൈവപിതാവ് ദൈവപുത്രൻ ദൈവപരിശുദ്ധാത്മാവ്, അവര് ഒന്നേ അധികം ഒന്ന്, ഈ അരിത്തമറ്റിക്ക് പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യം. രണ്ടാമത്തെ ദൗത്യം ഇവരുടെ ഇന്റർ റിലേഷൻസ് അത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ദൗത്യങ്ങൾ ബൈബിൾ വായിക്കുന്ന ഏതൊരാളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ട്രിനിറ്റി സങ്കീർണമാണ് എന്ന് പറയുമ്പോൾ ആ സങ്കീർണത നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല, അത് ബൈബിൾ മുമ്പോട്ട് വെക്കുന്ന സങ്കീർണതയാണ്. അത് വേറൊരു കാര്യം കൂടെ, യുക്തിക്ക് നിരക്കില്ല ട്രിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഈ അതീന്ദ്രിയമായ ഒരു കാര്യവും യുക്തിക്ക് നിരക്കുകയില്ല. ട്രിനിറ്റി മാത്രമല്ല, നരകമുണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്, സ്വർഗമുണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്, ദൈവം ഉണ്ടെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ മനുഷ്യ മനസ്സുകൾക്ക് അതീതമായ എല്ലാ കാര്യവും സങ്കീർണമാണ്. അതീതമായ സകല കാര്യവും ട്രിനിറ്റിക്ക് മാത്രമല്ല. പക്ഷെങ്കിൽ ട്രിനിറ്റി വളരെ വ്യക്തതയോടെ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇനി അതിന്റെ വിശദമായ ഒരു പഠനത്തിലേക്ക് പോവാണ്. ഇത് സന്തോഷമാണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കാര്യം ഒന്ന് അറിയിക്കണം. വെറുതെ കെട്ടിരുന്നിട്ട് കാര്യമില്ല, മനസ്സിലാകാത്തവയ്ക്കൊന്ന് പറയണം. ഓക്കെ, എനിവേ നമ്മൾ ഇത്രയും പറഞ്ഞെങ്കിലും എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു മൂലഭാഷാ പ്രയോഗം തന്നെ തുടങ്ങുക. നമ്മൾ മനസ്സിലാക്കാനായി ഇത് കേട്ടോ, അത്യാവശ്യത്തിന് മനസ്സിലാക്കാൻ. നമുക്ക് ബൈബിൾ എഴുതിയ എബ്രായ ഭാഷയിലെ ഒരു വാക്യം ഒന്ന് പരിശോധിച്ചു നോക്കാം. വളരെ വളരെ രസകരമാണ്. എളുപ്പത്തിൽ നിങ്ങൾ കാര്യം പഠിക്കും. നമുക്ക് വായിക്കേണ്ടത്, നമ്മൾ സാധാരണ അനന്തരം നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നൊക്കെ ഉള്ള ഒരു ബഹുത്വത്തെ കുറിച്ചാണ് പഠിക്കാം. അതിലേക്കൊക്കെ വരാം. നമ്മളിന്ന് വേറൊരു മെത്തഡോളജിയാണ് സ്വീകരിക്കുന്നത്. പരമ്പരാഗതമായി ശീലിച്ച ഒരു പഠനത്തിൽ നിന്ന് വിഭിന്നമായിട്ട്
നമ്മൾ വേറൊരു വഴിക്കാണ് കയറി വീഴുന്നത്. ഇച്ചിരി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ആവർത്തനം 6:4 ഇങ്ങനെയാണ്: ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകും, യഹോവ ഏകൻ തന്നെ. ഇതൊന്ന് മനപ്പാഠം പഠിച്ചാട്ടാ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇസ്രായേലെ കേൾക്ക, ഇതെല്ലാവരും ഒന്ന് പഠിച്ചേ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. പഠിച്ചല്ലോ, എളുപ്പമാണ്. ഇത് പഠിക്കാതിരിക്കരുത്, കാരണം ഈ വാക്യം എളുപ്പമാണ്. നമുക്കിത് എബ്രായ ഭാഷയിൽ, ബൈബിൾ എഴുതിയ, ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതിയ എബ്രായ ഭാഷയിൽ ഇതൊന്ന് പഠിക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പം. മലയാളം പഠിച്ചതിനേക്കാൾ എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിൽ എഴുതുക. ആദ്യത്തെ ലൈനിൽ എഴുതേണ്ടത് SHMA, ക്ഷേമ ഇസ്രായേൽ നിങ്ങൾ എഴുതിയെന്ന് കരുതുന്നു. അപ്പോൾ ലൈൻ 1 ക്ഷേമ ഇസ്രായേൽ. രണ്ടാമത്തെ ലൈൻ YHWH, യാഹ്വേ എന്ന് വായിക്കണം. യാഹ്വേ എലോഹിനു. എലോഹി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എലോഹി എന്നെയും ഓർക്കുക എന്നൊക്കെ പാടുമല്ലോ. എലോഹിനു, ELOHINU, എലോഹിനു. മൂന്നാമത്തെ ലൈനിലേക്ക് വരിക. ഒന്നാമത്തെ ലൈൻ ക്ഷേമ ഇസ്രായേൽ, രണ്ടാമത്തെ ലൈൻ യാഹ്വേ എലോഹിനു. ഇനി മൂന്നാമത്തെ ലൈൻ യാഹ്വേ എഹാദ്. എഹാദിന്റെ സ്പെല്ലിംഗ്, യാഹ്വയുടെ സ്പെല്ലിംഗ് YHWH തന്നെ. എഹാദിന്റെ സ്പെല്ലിംഗ് ECHAD, എഹാദ്. അപ്പോൾ എഹാദ് എന്ന് വായിക്കണം. എഹാദ് എന്നാണ് വായിക്കേണ്ടത്. എച്ചാഡ് എന്ന് വായിക്കരുത്, അങ്ങനെ വായിക്കാൻ തോന്നിപ്പോ. പക്ഷെ എഹാദ് എന്ന് വായിക്കണം. ECH എന്നും HH എന്നും വായിക്കണം. എഹാദ്. അപ്പോൾ അതൊന്ന് നോക്കിയട്ടെ. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ഇപ്പോൾ നമ്മൾ ഹീബ്രുവിൽ ഒരു വാക്യം പഠിച്ചു കഴിഞ്ഞു. എന്ത് എളുപ്പമാന്ന് നോക്കിയേ. ഇസ്രായേലെ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇതാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ശരി. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. അർത്ഥം ഇസ്രായേലെ കേൾക്ക, യാഹ്വേ ഏകനാകുന്നു, യാഹ്വേ നമ്മുടെ ദൈവമാക്കുന്നു, യാഹ്വേ ഏകൻ തന്നെ. ഇതിന് പറയുന്നൊരു പേരാണ് ക്ഷേമ പ്രഖ്യാപനം. ഇസ്രായേലിലുള്ള ക്ഷേമ പ്രഖ്യാപനം. ആരാധനയ്ക്ക് തൊട്ടു മുമ്പൊക്കെ ഇവർ പാടുന്ന ഒരു കീർത്തനമാണ്. ഇതിൽ നിന്നാണ് ഇസ്ലാമിക സഹോദരങ്ങൾ ബാങ്ക് വിളിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായത്. ഈ യഹൂദന്റെ ക്ഷേമ പ്രഖ്യാപനമാണ് മുസ്ലിങ്ങൾ ബാങ്ക് വിളി എന്ന രൂപത്തിൽ മാറ്റിയത്. എക്സാമ്പിൾ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ബാങ്ക് വിളിയുണ്ട്. ആ ബാങ്ക് വിളിയുടെ അർത്ഥം അള്ളാഹു ഏകനാകുന്നു, അള്ളാഹുവിനെ ആരാധിക്കാൻ ഈ മന്ദിരത്തിലേക്ക് വരിക എന്നാണ് അതിന്റെ ആഹ്വാനം. അപ്പോൾ ഇതേപോലെ യഹൂദന്റെ ആരാധനാലയത്തിലേക്ക് അവനെ ആഹ്വാനം ചെയ്യുന്ന ശബ്ദമാണ് ക്ഷേമ. യാഹ്വേ ക്ഷേമ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്ന്, അല്ലെ അറിയുക. ക്ഷേമ, ഹിയറോ ഇസ്രായേൽ, ഓ ഇസ്രായേൽ യു ലിസൺ, നീ ശ്രദ്ധിച്ചാലും. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ഇതെന്ന് കേൾക്കുക. ഇവിടെ ഒരു കാര്യം കേട്ടോട്ടെ. ക്ഷേമ കേൾക്കുക, ഇസ്രായേലെ കേൾക്കാം. രണ്ടാമത്തെ ലൈനിൽ നമ്മൾ പഠിച്ചത്, ഞാൻ 1, 2, 3 തിരിക്കാൻ അങ്ങനെ നിയമമൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് 3 ലൈൻ ആക്കിയെന്നേ ഉള്ളൂ. 3ആയിട്ട് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ എലോഹിനു. എലോഹി അർത്ഥം ദൈവം, എലോഹിനു അർത്ഥം നമ്മുടെ ദൈവം. ക്ഷേമ ഇസ്രായേൽ, യാഹ്വേ ആണ് നമ്മുടെ എലോഹി. നമ്മുടെ എലോഹി യാഹ്വേ ആണ്. യാഹ്വേ എഹാദ്. എഹാദ് എന്ന് പറഞ്ഞാൽ ഒന്നെന്നർത്ഥം. ഒന്നെന്നാണ് എന്റെ അർത്ഥം. ഒരാളാകുന്നു നമ്മുടെ ദൈവം, ഒരാളാകുന്നു. യാഹ്വേ ഒരുവനാകുന്നു, ഏകനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകൻ എന്ന് ഉപയോഗിച്ച പദം എഹാദ് എന്നാണ്. ഈ എഹാദ് എന്ന പദത്തിന് ഏകൻ എന്ന് പറയുമ്പോൾ അർത്ഥം നോട്ട്, ഇതിന്റെ അർത്ഥം ഒരിക്കലും അബ്സല്യൂട്ട് വൺ അല്ല. അബ്സല്യൂട്ട് വൺ എന്നല്ല, അബ്സല്യൂട്ട് വൺ അല്ല. ഇത് കോമ്പൗണ്ട് വൺ ആണ്.
അല്ലെ കളക്റ്റീവ് വൺ ആണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരുതപ്പെട്ടവർക്ക് പിടിയിട്ടിട്ടില്ല. ഒന്നുകൂടെ വ്യക്താക്കി തരാം. അതായത് എഹാദ് എന്ന് പറയുന്നത് ബഹുത്വമുള്ള ഏകത്വമാണ്. ഒന്നിലധികം ചേരുന്ന ഒന്നിനെയാണ് എഹാദ് എന്ന് പറയുന്നത്. ഒന്നിലധികമുള്ള ഒന്ന്. ഉദാഹരണം, നമ്മുടെ പാലക്കാട് സെന്ററിന്റെ ഒരു മാസയോഗം നടക്കുക. ആ മാസയോഗത്തിന്റെ കാര്യാദികൾ ചർച്ച ചെയ്ത ശേഷം പറയാ ഒരു സഭ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സഭ എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിലധികം പേർ ചേർന്ന ഒരു സഭ, ഒന്നിലധികം ചേർന്നുള്ള ഒന്ന്, മോർ ദാൻ വൺ, ഒന്നിലധികം ചേരുന്ന, അതായത് ഒരു ക്ലാസ്, ഒരു സഭ, ഒരു വിഭാഗം, 50 കൊളുത്തുകൾ, സമാഗമന കൂടാരത്തിലെ 50 കൊളുത്തുകൾ ഒന്നായി ചേർന്നിട്ട് എന്നുള്ളൊരു പ്രയോഗം. അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. ബൈബിളിൽ ഇതിന്റെ ഒരു പ്രയോഗമുണ്ട്. അതായത് ഇതു നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും. രണ്ടാൾ ചേർന്ന് ഒന്നാവുക, ഒന്നിലധികം ചേർന്ന് ഒന്നാവുക. ഒന്നിലധികം ചേർന്നുള്ള ഒന്ന്, കളക്റ്റീവ് വൺ, ഒന്നിലധികമുള്ള ഒന്നാണ് എഹാദെങ്കിൽ അബ്സല്യൂട്ട് വണ്ണിന്റെ പ്രയോഗമുണ്ട്. തികച്ചു ഒന്ന് എന്ന് പറയാൻ മറ്റൊരു പദം ഹീബ്രുവിലുണ്ട്, എബ്രായ ഭാഷയിലുണ്ട്. അത് യാഹീദ് എന്ന പദമാണ്. യാഹീദിന്റെ സ്പെല്ലിംഗ് YAHEED, യാഹീദ്. അപ്പോൾ എഹാദ് ആൻഡ് യാഹീദ്. യാഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തികച്ചും ഒന്നെന്നാണ്. അനവധി യാഹീദുകൾ കൂടിയാലേ ഒരെഹാദാകുകയുള്ളൂ. ഒന്നിനെ ഞാൻ ചില വിശേഷ അർത്ഥങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാം. ഇഫ്താഹിന്റെ ഏകമകൾ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. ഇഫ്താഹിന്റെ ഏകമകൾ അത് യഹാദല്ല, യാഹീദാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഇഫ്താഹിന്റെ ഏകമകൾ ബൈബിളിൽ പിന്നെയും കാണാം. യിരെമ്യാവിലൊക്കെയല്ലേ പറയുന്നത്, ഏകജാതനെ കുറിച്ച് ദുഃഖിക്കും പോലെ വിലപിക്കും പോലെ അന്നാളിൽ അവൾ വിലപിക്കും. യാഹീദാണ്, യഹാദല്ല. അപ്പോൾ ഒന്നിലധികം യാഹീദുകൾ ചേരുമ്പോൾ ഒരെഹാദാകും. ഒന്നിലധികം ചേരണം. അറിയുക ഇസ്രായേലേ, യാഹ്വേ യാഹീദാണെന്നല്ല, യഹാദാണ്. ഒന്നിലധികം ചേരുന്ന ഒന്ന്, ഒന്നിലധികം ചേർന്നൊരു ഒന്നുണ്ടാവുക. അതിനാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. പാലക്കാട് സെന്ററിന്റെ മാസയോഗം ഒരു ചർച്ച വന്നില്ല, അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ കാര്യമല്ല പറയുന്നത്, ഒന്നിലധികം ചേരുന്ന ഒന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് യഹാദ്. ചുരുക്കത്തിൽ പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിന്റെ അസ്തിത്വം സംബന്ധിച്ച് ഒരു ബഹുത്വത്തിന്റെ സൂചന കാണുന്നുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി നമ്മൾ പറഞ്ഞല്ല, ബൈബിള് പറയാണ്. ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകൻ ഒരു സ്കൂൾ ടീച്ചറായി ഭവിച്ചു. അത് പക്വത എത്തിക്കഴിഞ്ഞ ആളിന് കൊടുത്താണ് ന്യൂ ടെസ്റ്റമെന്റ്. അത് നിയമത്തിന്റെ പൂർണ്ണതയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പഴയ നിയമ ഭക്തന്റെ കാഴ്ചപ്പാട് വളരെ പരിമിതമാണ്. ദൈവത്തെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പഴയ നിയമഭക്തന്റെ അറിവ് വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് പഴയ നിയമം പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. പഴയ നിയമത്തിലെങ്ങും ആരും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല. ആരും ഭൂതങ്ങളുടെ മീതെ അവരെ നീക്കം ചെയ്തായിട്ടൊന്നും കാണുന്നില്ല. ആകെ കാണുന്നത് ശൗലിന്റെ മീതെ ദുരാത്മാവ് വന്നു. അപ്പോൾ ദാവീദ് കിന്നരം മീട്ടുമ്പോൾ അതൊന്ന് മാറി നിന്നു, പിന്നെയും വന്നു. ഈ കിന്നരം നിർത്തി കഴിയുമ്പോൾ അത് വീണ്ടും വരും. പക്ഷെ പുതുനിയമം തുടങ്ങുമ്പോഴേ ശിഷ്യന്മാര് പോയിട്ട് ഭൂതങ്ങളെ പുറത്താക്കി ആകാംക്ഷയോടെ വന്ന് ഈ കാര്യം പറയുമ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയതല്ല കാര്യം, ഇതിലൊക്കെ വലിയ കാര്യം കാണാൻ പോയാ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി സന്തോഷിക്കണം. അതിന്റെ കാരണം പുതുനിയമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങാൻ കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അതാണ് നമുക്ക് ഈ ജോലി വളരെ എളുപ്പമായി തീരുന്നത്. ഇപ്പൊ ദൈവപുത്രൻ വന്നു, നേരിട്ട് നമ്മുടെ അധ്യാപനം ഏറ്റെടുത്തപ്പോൾ, നമ്മുടെ ഗുരുവായപ്പോൾ, നമ്മുടെ കാന്തനായപ്പോൾ നമ്മുടെ അറിവ്, നമ്മുടെ പ്രാപ്തി, നമ്മുടെ ജ്ഞാനം വർദ്ധിച്ചു. അതുകൊണ്ട് പഴയ നിയമഭക്തന് തൃത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പരിമിതമാണ്. അത് തീരെ പരിമിതം എന്ന് പറഞ്ഞാൽ പോരാ. പഴയ നിയമത്തിൽ തൃത്വം വളരെ വ്യക്തമാകുന്ന ഭാഗം യെശയ്യാവിലും ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഈ വിധത്തിൽ. ഉദാഹരണം 52 യെശയ്യാ 53 ഉണ്ടല്ലോ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ ഭുജം യോദ് എന്നൊരു പ്രയോഗമാണ്. യഹോവയുടെ കരം യോദ് ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ യോദിന്റെ പേരങ്ങ് മാറുക. എന്നിട്ട് ഈ കരത്തെ വിളിക്കുകയാണ് അവനെന്നാ പിന്നെ വിളിക്കുന്ന. അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല. ചുരുക്കത്തിൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്.
പിതാവിനെയും പുത്രനെയും അങ്ങനെ സമരസപ്പെടുത്തി പറയുന്ന നിരവധി ഭാഗങ്ങൾ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ സമരസപ്പെടുത്തി പറയുന്ന ഭാഗം ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. ഞാൻ ഇതൊക്കെ കുറെ കൂടി കഴിയുമ്പോൾ വിശദീകരിക്കാം. ഏതായാലും നമുക്ക് പറഞ്ഞതിന്റെ ആ തുടർച്ചയിലേക്കൊന്ന് പോകണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാക്യം മനസ്സിലായാൽ ഒരു പ്രധാന പോയിന്റ് ആണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കും, ദൈവ ഏകനാണെന്ന് 100 വാക്യം തരാം, ത്രിയേകനാണെന്ന് ഒരു വാക്യം താ. നമുക്ക് ത്രിയേകനാണെന്നൊരു വാക്യം കൊടുക്കാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള പ്രയോഗത്തിനാണ് ഏകനെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഒന്നറിയാൻ ഞാൻ 2 വാക്യങ്ങൾ നിങ്ങൾക്ക് തരാം. ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:16, 16:32. ഈ റെഫറൻസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ദിവാസന്മാരും കുഞ്ഞുങ്ങളെല്ലാം ഈ റെഫറൻസ് ഓർത്തിരിക്കണം. കാരണം നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ വേണ്ടതാണ് ഈ റെഫറൻസ്. ഇത്തരം റെഫറൻസുകൾ മറക്കരുത്, ഓർക്കാൻ എളുപ്പമാണ്. കാരണം 8:16 ഇരട്ടിയാണ്, 16:32 അതിന്റെ ഇരട്ടിയാണ്. ഈ 2 വാക്യങ്ങൾ ഒന്ന് മനപ്പാടം ഓർത്തോളൂ. അവിടെ കിടക്കുന്ന ഇങ്ങനെയാണ്: പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഇനി 16:32 പറയാണ്, ഞാൻ പിതാവിനോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. കർത്താവ് ഏകനല്ല. അപ്പുറത്ത് പറയാണ് ഏകനാണ്, ദൈവം ഏകനാണ്. ഇവിടെ പറയാണ് ദൈവം താൻ ഏകനല്ല. എന്താ കാര്യം എടുത്തു പറഞ്ഞു, പിതാവ് എന്നോട് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏകനല്ല. ഈ 2 വാക്യങ്ങൾ ഒരാളുടെ മുമ്പിലേക്ക് വെച്ചാൽ അവൻ പറയോ ബൈബിൾ വൈരുദ്ധ്യമാണെന്ന് പറയൂ, ബൈബിൾ കോൺട്രവേഴ്സിയാന്ന് പറയാൻ പറ്റുമോ? കാരണം ആവർത്തനത്തിൽ പറയാ ഞാൻ ഏകനാണ്. ഇവിടെ യേശു കർത്താവ് നേരിട്ട് പറയുക ഞാൻ ഏകനല്ല. കാരണം പറഞ്ഞു പിതാവിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏകനല്ല. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ ട്രിനിറ്റേറിയന്മാർക്ക് മാത്രമേ കഴിയൂ. കാരണം ഏകനല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും ഏകനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥവും കൃത്യം നമുക്കറിയാം. ഏകൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ വീക്ഷിക്കുന്ന വീക്ഷണം അനുസരിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ബഹുത്വമുള്ള ഏകത്വമാണ് കർത്താവായ യേശു ഇവിടെ പുനഃസ്ഥാപിക്കുന്നത്. വേറൊരർത്ഥവും അതിനില്ല. കാരണം എടുത്തു പറയാ പിതാവ് എന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏകനല്ല. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ കൃത്യം പറയുക ഞാൻ ഏകനല്ല. ഇനി ഇവയൊന്ന് സാധൂകരിക്കണം. ഇവ തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് അതിന് കഴിയത്തുള്ളൂ. ട്രിനിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും ഗൗരവം കൊടുത്ത് പഠിക്കേണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 അധ്യായങ്ങളാണ്. അവിടെ വളരെ വ്യക്തമായി ഇത് വായിക്കുമ്പോൾ മനസ്സിലാകും ഈ ബഹുത്വമുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ബഹുത്വമുണ്ട് എന്ന സത്യമാണ്, ഒന്നിലധികമുണ്ട് എന്നുള്ള ആ സത്യമാണ്. ആ സത്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ കർത്താവ് അവിടെ പറയാണ് പിതാവിനെ കുറിച്ച് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയാണ് ഞാൻ പോയ ശേഷം സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ഞാൻ ഈ അധ്യായം പറഞ്ഞു പോകുന്നത് ഈ റെഫറൻസ് മാത്രം വെറുതെ തന്നാൽ നിങ്ങൾ ആ റെഫറൻസിൽ ഇരിക്കും, തൊട്ട് മുമ്പും പിമ്പും ഉള്ളത് വായിക്കില്ല, അത് ശരിയല്ല. അപ്പോൾ ചിലത് ഞാൻ റെഫറൻസ് പറയുന്നുണ്ട്, ചില കാര്യത്തിൽ ചാപ്റ്റർ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം അത് മൊത്തം വായിച്ചെങ്കിലേ ഐഡിയ നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് തറവാകുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് യോഹന്നാൻ 14 കൃത്യം പറയുന്നു ഞാൻ സാക്ഷാൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ പിതാവും പുത്രനും 2 എന്ന് കൃത്യം തെളിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോയ ശേഷമാണ് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, ആർട്ടിക്കിൾ മാറിക്കഴിഞ്ഞു, മറ്റൊരാളാണ് വരുന്നത്, ഞാനല്ല. ഞാൻ പോയ ശേഷം ഞാൻ തന്നെ വരുമെന്നല്ല, മറിച്ച് മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ഏകനല്ല. അപ്പൊ ആവർത്തനം 6:4 ഏകനെന്ന് പറയുന്നതും ഏകനല്ല എന്ന് യേശു പറയുന്നതിന്റെ അർത്ഥം ട്രിനിറ്റേറിയന് മാത്രമേ വിശദീകരിക്കാൻ കഴിയൂ. നമുക്ക് കൃത്യം അറിയാൻ പറ്റുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ഏകത്വമാണ് ബൈബിൾ കൃത്യത പറയുന്നത്. അതുകൊണ്ട് ട്രിനിറ്റിയുടെ വിശ്വാസികൾ ബഹുദൈവ ആരാധകരല്ല, മറിച്ച് ഏകദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പിതാവ് ദൈവമല്ലേ, പുത്രൻ ദൈവമല്ലേ, പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? അപ്പോൾ പിതാവ് ഒരു ദൈവം, പുത്രൻ മറ്റൊരു ദൈവം, പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം. അപ്പൊ എത്ര ദൈവമുണ്ട്? ഈ ഒരു ചോദ്യമാണ് പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. ഈ കണക്കിലിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കും. അപ്പോൾ ദൈവമക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ദൈവം എന്താന്ന് മനസ്സിലാക്കുക. ദൈവം ഇൻവാല്യബിൾ ആണ്, അല്ലെങ്കിൽ ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ആണ് ദൈവം. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അപരിമിതനാണ്. അതായത് സർവശക്തി, ദൈവത്തിന്റെ സർവശക്തിക്ക് ലിമിറ്റ് ഇല്ല. അതിനാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സർവജ്ഞാനിത്വത്തിന് അളവില്ല. ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം, അങ്ങനെയുള്ള ദൈവത്തിന് മാത്രമുള്ള ആ കാര്യങ്ങളുണ്ടെന്ന് ഇതിൽ ഒന്നും ആരും ഈക്വൽ അല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? നമുക്കറിയാം ദൈവപിതാവ് ഇൻഫിനിറ്റ് ആണ്, ദൈവപുത്രൻ ഇൻഫിനിറ്റ് ആണ്, ദൈവ പരിശുദ്ധാത്മാവ് ഇൻഫിനിറ്റ് ആണ്.
അങ്ങനെയെങ്കിൽ സർവശക്തനായ ഒരാൾ, ആ സർവശക്തി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, അവന് കഴിയാത്തതൊന്നുമില്ല. പ്രപഞ്ചവും നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിത്വം, എല്ലാ അറിവുകളും ത്രികാലങ്ങൾ ഒരുപോലെ ബോധ്യം വരുന്ന സർവജ്ഞാനിത്വം, ഇങ്ങനെയുള്ള 3 പേരുണ്ട് എന്ന് കരുതുക. ആ 3 പേർ ചേർന്നാൽ 3 ആവില്ല, 1 ആകാനേ പറ്റൂ. അതാന്റെ കണക്ക്. 3 പേർക്ക് 3 ആയിരിക്കാൻ കഴിയില്ല. സർവശക്തി കൊണ്ട്, സർവജ്ഞാനിത്വം കൊണ്ട്, സർവവ്യാപിത്വം കൊണ്ട് 3 ആയിരിക്കാൻ കഴിയില്ല. ആ സ്പേസ്, ടൈം ഇതൊക്കെ വെച്ച് ചിന്തിച്ചാൽ 1 ആകാനേ പറ്റൂ, 3 ആകാൻ കഴിയില്ല. ഇനി അതിന് ബോധ്യം വരാൻ ഞാനൊരു ഉദാഹരണം തരാം. ഈ ഉദാഹരണം കഴിവതും ബിബ്ലിക്കലായിരിക്കും. അല്ലാതെ വെള്ളം ചൂടാക്കുമ്പോൾ നീരാവിയാകുന്നു, അത് തണുപ്പിക്കുമ്പോൾ ഐസ് കട്ടയാകുന്നു, അല്ലാത്തപ്പോൾ ഇങ്ങനെ നമ്മൾ കിട്ടുന്ന പ്യുവർ വാട്ടർ ആകുന്നു. ഇതൊക്കെ കാലഹരണപ്പെട്ട ഉപദേശവും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും കൊണ്ടൊന്നും ട്രിനിറ്റി തെളിയിക്കാൻ പോകരുത്. എന്റെ ആവശ്യം നമുക്കില്ല. ബൈബിളിൽ തന്നെ ഉദാഹരണം കിടപ്പുണ്ട്, നല്ല ഉദാഹരണം, നല്ല സ്റ്റാൻഡേർഡ് ഉദാഹരണം കിടപ്പുണ്ട്. അപ്പോൾ കഴിവതും ഈ ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ ബൈബിളിന് പുറത്തുള്ള ഉദാഹരണത്തിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എങ്ങനെയാണ് 3 ചേർന്ന് ഒന്നാകുന്നത് എന്നൊരു ചോദ്യം. അതിന് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം. ഈ എന്താ പറയുന്നത്, സമാഗമന കൂടാരത്തിലേക്ക് വരാം. സമാഗമന കൂടാരത്തിൽ 48 പലകകളാണ്. അപ്പോൾ അകത്ത്, അതുകൊണ്ടാണ് അതിന്റെ ആ ഭിത്തി, അതിനകത്ത് വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്, പ്രാകാരം എന്ന മുറ്റം പുറത്തുണ്ട്. ഈ അകത്ത് കടക്കുമ്പോൾ ഇടിച്ചെടുത്ത ഒലിവെണ്ണ പകർന്ന് എന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന മെനോറ എന്ന ഒരു ഉപകരണമുണ്ട്, തങ്കനില വിളക്ക്, മെനോറ. ഈ മെനോറ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പ്രകാശം ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. ഒലിവെണ്ണയിലെ തെളിവായ ഒലിവെണ്ണ അതിനെടുക്കുന്നത്. ആ പ്രകാശം കൊണ്ടാണ് ഇവിടെ മുഴുവൻ ശോഭിച്ചു നിൽക്കുന്നത്. മനുഷ്യൻ പകർന്ന് കത്തിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രത്യേക ഘട്ടത്തിൽ മറ്റൊരു വെളിച്ചം ആലയത്തിൽ ഇറങ്ങി വരും. ആ വെളിച്ചത്തിന് പ്രത്യേകതയുണ്ട്, അത് ട്രാൻസ്പെയറന്റ് ആണ്. ഏത് ഭിത്തി കെട്ടിയാലും എന്തോ തടസ്സമുണ്ടെങ്കിലും ആ തടസ്സത്തെ അതിജീവിച്ച് അതിന്റെ പൂർണ്ണകാന്തിയോടെ വെളിപ്പെട്ട് വരും. മാത്രമല്ല, ആ തടസ്സം അതിന് വിഷയമല്ല, തടസ്സത്തിൽ കൂടെ അരിച്ചിറങ്ങി പോരുകയല്ല, മറിച്ച് തടസ്സത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് അതേ പ്രതാപത്തോടെ ശക്തിയോടെ ഇഞ്ഞ് പോരുക. എക്സ്റേ കണക്കിനല്ല, തുളച്ചു കയറി കട്ടിയുള്ള ഭാഗത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു എക്സ്റേയോ സ്കാൻ ചെയ്യുന്ന ആ രശ്മികൾ പോലെയൊന്നുമല്ല, മറിച്ച് അതിൽ നിന്ന് വിഭിന്നമായിട്ട് പൂർണ്ണ അളവിൽ ആ വെളിച്ചം ഇഞ്ഞ് പോരുക. ആ വെളിച്ചത്തെയാണ് നമ്മൾ ഷെക്കേന എന്ന് വിളിച്ചത്, ദൈവത്തിന്റെ തേജസ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ് വരുമ്പോൾ ഈ കൂടാരം മുഴുവൻ ആ തേജസ്സിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ തേജസ് അതിൽ നിന്ന് ഉയർന്നു പോകുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് കൂടാരം മാറ്റിയടിക്കുന്നത് നമുക്കറിയാം. ഈ തേജസ് വന്ന് കഴിയുമ്പോൾ ആലയത്തിനകത്തൊരു വെളിച്ചമുണ്ട്, മെനോറ എന്ന തങ്കനില വിളക്കിന്റെ വെളിച്ചം. തങ്കനില വിളക്കിലെ വെളിച്ചവും തേജസിന്റെ വെളിച്ചവും ഒരുമിച്ചു ചേർന്നിട്ട് ഒന്നായപ്പോൾ നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്കത് വേർതിരിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം 2 വെളിച്ചം ചേർന്ന് ഒരു വെളിച്ചമായി മാറിയപ്പോൾ മെനോറയുടെ വെളിച്ചം അതിൽ മേറജിഡായി എന്നതുപോലെയാണ് പിതാവിലെ, പുത്രനിലെ, പരിശുദ്ധാത്മാവിലെ ആ ദൈവീകത ഒന്നായി തീർന്ന് നിൽക്കുന്നത്. ഇനി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ ദൈവപിതാവ്, ദൈവപുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് ദൈവപിതാവിൽ എന്തുണ്ടോ അതെല്ലാം ദൈവപുത്രനിലുണ്ട്, അതെല്ലാം ദൈവപരിശുദ്ധാത്മാവുണ്ട്. ഞാൻ എൻ്റെ ആ തിയറട്ടിക്കൽ സൈഡ് തൽക്കാലം ഒന്ന് അവസാനിപ്പിച്ച് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. അതിനെ സംക്ഷേപിക്കുമ്പോൾ ഇങ്ങനെ കൃത്യം അതിന്റെ തിയറി പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരു നമ്മുടെ സമൂഹത്തിൽ ഒക്കെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾ അതിന്റെ തിയറി തന്നെ ഇങ്ങനെ പഠിക്കുക. ഗ്രീക്കിലെ ഈ 2 പദങ്ങൾ പഠിക്കുക. ഒന്ന് ഹൈപ്പോസ്റ്റാസിസ് ആണ്. ഗോഡ് ദ ഫാദർ ഈസ് എ ഹൈപ്പോസ്റ്റാസിസ്. അതൊരു വ്യക്തിത്വമാണ്, സവിശേഷ വ്യക്തിത്വമാണ്. അപ്പൊ 3 ഹൈപ്പോസ്റ്റാസിസ് and 1 ousia, ousia, ousia. 3 ousia in 1 hypostasis. 3 hypostasis in 1 ousia. ഒരു സാരാംശത്തിൽ ഉസ്യ, ousia ഇന്ന് ഈ അരിയൂസ് ചോദിച്ചത് ഹോമോസിസ്, ഒരേ ഉസിയാണോ 2 പേർക്കും, അതോ സാദൃശ്യമാണോ സമനാണോ എന്നൊക്കെ ചോദിച്ച ഒരു ചോദ്യമൊക്കെ നമ്മൾ കണ്ടു അങ്ങ് സഭാചരിത്രത്തിൽ, ദൈവാസനാദി സഭാചരിത്രത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പോൾ ദൈവത്തിലെ ഉള്ളടക്കം, ദൈവത്തിന്റെ കണ്ടന്റ്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസിയർ 1:23 ഒക്കെ വായിക്കണമല്ലോ. അപ്പൊ നമുക്കത് കാണാം. കൊലോസിലേനം മൊത്തം വായിക്കണം, നമുക്കെങ്കിലേ ആ കാര്യങ്ങൾ അങ്ങനെ ഓർക്കാനായിട്ട് പറ്റും. അപ്പൊ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും, ദൈവം എന്തായിരിക്കുന്നു ആ പ്ലെറോമ, ദൈവത്തിന്റെ ഉസിയ,
ദൈവത്തിലെ സാരാംശം, ദൈവത്തിന്റെ കണ്ടന്റ്, ദൈവത്തിന്റെ ഉള്ളടക്കം അതേപടി പുത്രനിലുണ്ട്. അത് പുത്രനിലും പരിശുദ്ധാത്മാവിലും ദൈവത്തിലും ഒരുപോലെ ഇരിക്കുന്ന വൺ ഉസിയ ഇൻ 3 ഹൈപ്പോസ്റ്റാസിസ്. 3 ഹൈപ്പോസ്റ്റാസിസുകൾ ഒരു ഉസിയയിൽ നിലകൊള്ളുന്നു. ഒരു സാരാംശത്തിൽ 3 വ്യക്തികൾ നിലകൊള്ളുന്നു. അപ്പൊ മൂന്നായി നിൽക്കുകയല്ല, ഒന്നായി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ പുത്രൻ പുത്രനായിട്ട് വെളിപ്പെടും, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവായി വെളിപ്പെടും, പിതാവ് പിതാവായി വെളിപ്പെടും. അനാദികാലം നമ്മൾ ഉപേക്ഷിക്കുന്ന കാലത്ത് പിതാവുണ്ട്, പുത്രനുമുണ്ട്. എന്താ കാര്യം എന്നറിയണ്ടേ? പുത്രൻ പറയാണ്, പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വം എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വം. എത്ര മനോഹരമാണ് ആ പ്രയോഗം! ആ മഹത്വത്തിലേക്കാണ് വീണ്ടും നമ്മൾ ചെല്ലുന്നത് എന്ന് ഓർക്കണം. ഇനി പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ് നിത്യ ആത്മാവ് എന്ന് വിളിക്കുകയാണ്. നിത്യ ആത്മാവ്. ഞാൻ ചില വാക്യങ്ങൾ കൂടി തരാൻ ബാധ്യസ്ഥനാണല്ലോ. നിങ്ങളൊരു കാര്യം ഓർക്കണം. എന്നോട് ഏറ്റവും അധികം ട്രിനിറ്റിയെ കുറിച്ച് സംസാരിച്ച ഒരു സഹോദരൻ, മിക്കവാറും ഇത്തരം ആളുകൾ വന്ന് പെട്ടുപോകുന്നത് എബ്രായർക്കെഴുതിയ ലേഖനത്തിലാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ മതി. അപ്പോഴേ ഇവർ അത് കേൾക്കുമ്പോൾ പറഞ്ഞാൽ അടവെടുക്കും, മൂലഭാഷയിലില്ല, ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് അറിയില്ല, ഏത് അർത്ഥത്തിൽ എഴുതിയെന്ന് അറിയില്ല. അവർക്കറിയില്ലെന്ന് ഓർത്തത് സത്യമല്ലാതായിരിക്കില്ലല്ലോ. നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായം അത് മൊത്തം അങ്ങ് പഠിക്കാൻ നല്ലതാണ്. വളരെ മനഃപ്പാഠം പഠിക്കാൻ പറ്റിയ കവിത പോലെ കിടക്കുന്ന ഒരു ഭാഗമാണ്. ദൈവം പണ്ട് ഭാഗമായിട്ടും ജീവിതമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളിച്ചിരുട്ടി അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നത്, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു, അവൻ അവന്റെ തത്വത്തിന്റെ മുദ്ര, തേജസിന്റെ പ്രഭ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരുത്തുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അധികാരിയാക്കുകയും ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു കാര്യം, അവൻ അവന്റെ തത്വത്തിന്റെ മുദ്ര എന്നൊരു പ്രയോഗം. ഈ മുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാലോ, പണ്ട് കാലത്ത് രാജാക്കന്മാര് അവരുടെ മോതിരത്തിൽ ഒരു അടയാളം കാണും. ആ രാജ്യത്തിന്റെ ലോഗോ ആയിരിക്കും ആ മുദ്ര. പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർക്കൊക്കെ ഒരു ശംഖായിരുന്നു അടയാളം, ശംഖ്. അപ്പോൾ പഴയ ആളുകൾക്കറിയാം, പുതിയ നമുക്കൊന്നും അത് അത്ര കണ്ടറിയില്ല. പഴയ ആളുകൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, പ്രായമുള്ള ആളുകളെ ഉദ്ദേശിച്ചത്. അവർ പഴയത് എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കിയല്ല. മാത്രമല്ല ഇപ്പൊ പഴയതാരാ പുതിയതാരാന്നൊന്നും അറിയില്ല, എല്ലാവരും ഈ കളർ അടിച്ചാ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ അല്പം പരിഷ്കരിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഈ എന്താ പറഞ്ഞത്, ഞാൻ ജോബി പാഷയെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. ജോബി പാഷ കളറടിച്ചിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ക്ഷമിക്കണം. അല്ലെങ്കിൽ മർക്കോച്ചാനെ കുറിച്ചൊന്നും പറഞ്ഞല്ല, ശ്രദ്ധിക്കും. അപ്പൊ നമ്മള് പഴയ ആളുകള് ചോദിച്ചാൽ അവർക്കൊരു ശംഖ് ഇങ്ങനെ അറിയാം, തിരുവിതാംകൂറിന്റെ പഴയ ചിഹ്നമാണ്. അത് മോതിരത്തിൽ കാണും, രാജാവിന്റെ മോതിരത്തിൽ കാണും, തിരുവിതാംകൂർ രാജാവിന്റെ മോതിരത്തിൽ കാണും. അപ്പോൾ എന്തെങ്കിലും എഴുതിയ ശേഷം ഈ മോതിരം ഇതിൽ മുക്കി മഷിയിൽ മുക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പതിവ്. അതിനാണ് നമ്മൾ ഈ മെത്രാന്മാരുടെ കൈയൊക്കെ ചെന്ന് ഇങ്ങനെ മുത്തുന്നത്. കാരണം അധികാരത്തിന്റെ മുദ്രയാണ്. ഉത്തമയത്തിൽ പറയാ, എന്നെ ഒരു മോതിരമാക്കി നിന്റെ ഹൃദയത്തിൽ വെക്കണം. അപ്പോ ഇത് വേറെ അതിന്റെ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുദ്ര പതിച്ച മോതിരം ഇങ്ങനെ ഇടിച്ചാൽ അധികാരം കൃത്യം അതിന് ഉറപ്പായി കഴിഞ്ഞു. പാപ്പിറസിലൊക്കെ പണ്ട് എഴുതുന്ന രേഖയ്ക്ക് മുദ്രാമോതിരം ഇങ്ങനെ പശയിൽ മുക്കി അല്ലെങ്കിൽ മഷിയിൽ മുക്കി ഇടിക്കുക പതിവ്. ഇത് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാല്, ഇത് ചരിത്രാതീത കാലം മുതലേ ഈ സീല് വെക്കുന്ന പണിയൊക്കെ ഉണ്ട്, ഇങ്ങനെ അടിച്ച് മുദ്രയിടുന്ന പണി. യോബിന്റെ പുസ്തകം വായിച്ചാൽ പറയാണ്, മുദ്രയ്ക്ക് കീഴിലെ അരക്കെന്ന പോലെ, മുദ്രയ്ക്ക് കീഴിലെ അരക്ക് എന്ന പോലെ. അപ്പൊ അന്നൊക്കെ ഉണ്ട് ഈ സീൽ ഉപയോഗിക്കുന്ന കാര്യം, അന്നേ നിലവിലിരുന്നു അതിന്റെ അർത്ഥം. എനിവേ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ മുദ്ര വെക്കുക. അപ്പൊ നമുക്കറിയാം, ഒരു സീല് നമ്മുടെ IPCയുടെ ഒരു കാർഡ് പുതുക്കാൻ ചെല്ലുന്ന ആൾക്കാർക്കറിയാം, ഒരു സീല് വെച്ച് കിട്ടിയ കാര്യം എളുപ്പമായി, ബാക്കി കാര്യമൊന്നും പ്രശ്നമില്ല. സീലാ പ്രധാനം. നമുക്ക് ആ സീല് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി ഇത് ഇവിടുന്നാണ്. ഈ സീൽ എന്താണ് അടിക്കുന്നത്? എലൂര് രജിസ്റ്റർ ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ സീല് വീണാല് ആ സീല് പ്രധാനമാണ്. കാരണം ഈ സീല് എന്ന് പറയുന്നത് പ്രസ്ഥാനം എന്തോ അതാണ്. ആ ID കാർഡിൽ കിട്ടിയ ഒരിടി പ്രസ്ഥാനമാണ് ഇടിച്ചിരിക്കുന്നത്, അല്ലെ ചുമ്മാ ഒരാൾ ഇടിച്ചിരിക്കുകയല്ല. പിണറായി വിജയൻ സാറ് നമുക്കൊരു കാര്യം ഒപ്പിട്ട് തന്നിട്ട് അവിടെ വന്ന് ഒരു സീലും കൂടെ വെച്ച് തരുമ്പോ ആ സീല്, 2 ആനയൊക്കെ നിൽക്കുന്ന സീലുണ്ടല്ലോ, ലോഗോ പതിച്ച സീല്, അല്ലെങ്കിൽ അശോക സ്തംഭം ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് ഒരു വിറ്റാമിൻ ഇറക്കേണ്ട ഒരു സീൽ അങ്ങോട്ട് വെക്കുമ്പോൾ ആ സീലിൽ എന്തുണ്ട് അതാണ് പേപ്പറിൽ പതിയുന്നത്. സീലിലുള്ളതാണ് പേപ്പറിൽ പതിയുന്നത്. അപ്പൊ സീലായിട്ടിരുന്നാൽ നമുക്ക് പ്രയോജനമില്ല. അത് പേപ്പറിൽ ഇടിക്കുമ്പോ, മഷിമുക്കി പേപ്പറിൽ ഇടിക്കുമ്പോഴാണ് വില വരുന്നത്. ദൈവൻ അവന്റെ തത്വത്തിന്റെ മുദ്ര, ദൈവം ആരായിരിക്കുന്നുവോ ആ തത്വത്തിന്റെ മുദ്രയാണ് പുത്രൻ. അത് ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം ആരെന്ന് വെളിപ്പെട്ടത്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഇനി താഴോട്ട് വായിച്ചു വരുമ്പോൾ പുത്രനെ പിതാവ് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. 8-ാം വാക്യത്തിൽ വായിക്കുക, കൺസേണിങ് അബൌട്ട് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെ കുറിച്ചോ എന്ന് പറഞ്ഞൊരു ഭാഗം. ദൂതന്മാരെ വിളിക്കാത്തൊരു വിളി ദൈവപിതാവ് പുത്രനെ വിളിച്ചിട്ടുണ്ടോ? ദൂതനെ ഒരിക്കലും വിളിക്കാത്തൊരു വിളി എന്താണെന്ന് അറിയണ്ടേ? അത് താഴോട്ട് വായിച്ചോണ്ട് പറയാ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യം.
നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. സ്തോത്രം. ഞാൻ വണ്ണസ്സുകാരുമായിട്ട് നടത്തിയ ഒരു സംവാദമുണ്ട് 4-5 കൊല്ലം മുമ്പ്. അപ്പോഴ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എന്റെ മോൻ 10ലാണ് പഠിക്കുന്നത്, അന്ന് തീരെ കുട്ടിയാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പപ്പ ഒരു വാക്യം പറയാൻ പോവാണ്, അത് കൃത്യമായിട്ട് പ്രതികരിക്കണം. നീ എന്റെ പുത്രൻ. അവൻ പറഞ്ഞു യേസ്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. അവൻ പറഞ്ഞാൽ 5 കൊല്ലം മുമ്പാണ് എന്റെ ജനനം, 5 കൊല്ലം മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജനിക്കാൻ അവന് പറ്റില്ല. അതെങ്ങനെ വ്യാകരണം അനുസരിച്ച് ശരിയാകും? പക്ഷെ ഇവിടെ പറയാ ഇന്നാണ് നിന്റെ ജനനം. ഞാനിത് വണ്ണസുകാരനോട് ചോദിച്ചു, ഇതിന്റെ അർത്ഥം ഒന്ന് പറയോ, എന്നാണ് ഈ ജനനം? ഒരുത്തം പറഞ്ഞത് പുരാതന നിത്യ ജനിച്ച. ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്നും പറയണ്ട, വാക്യം തന്നേച്ച് പോയാൽ മതി. ചുമ്മാ നീ പറഞ്ഞ കേട്ടേച്ചൊന്നും ഇരിക്കാൻ ഒക്കൂല. പുരാതന നിത്യയിലെ ജനനമൊന്നും അല്ല, ബേദലഹേമിലെ ജനനവും അല്ല. പുത്രൻ പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നാ നിന്റെ ജനനം. നീ എന്റെ പുത്രൻ, ബിക്കോസ് സൺ ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി എക്സിസ്റ്റഡ്. ഉള്ള ഒരുവനോട് പറയാ, പക്ഷെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചത്. ഇന്ന് അത് എന്നാന്ന് പറയാം, ഞാൻ കൃത്യം പറയാം, വാക്യം തന്നു പറയാമെന്ന് പറയും. വാക്യം ഞാൻ ചോദിച്ച പലരും അതിന് വാക്യം തന്നിട്ടില്ല, അത് ഉത്തരവും തന്നിട്ടില്ല. പക്ഷെ ഞാനതിന് വാക്യം തരാം. നമ്മുടെ തിരുവഴുത്തി കിടപ്പുണ്ടേ, അപ്പോസ്തല പ്രവൃത്തി 13:32 വായിച്ചാൽ കൃത്യം എഴുതിയിരിക്കുക. എന്താ എഴുതിയിരിക്കുന്നത് അറിയണ്ടേ? ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്നും, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നതാ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചതിനെ കുറിച്ചത്രേ എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗോഡിന്റെ റിസറക്ഷൻ ആണ് ഇവിടെ പറയുന്ന ജനനം. അല്ലെങ്കിൽ കാൽവറിയിൽ അവൻ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റേനെ ഈ ജനനം എന്ന് പറയുന്നു. ആ പറയുന്ന അർത്ഥത്തിൽ എന്താ കാര്യം എന്നറിയണ്ടേ? കർത്താവാണ് മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചത്, വേറെ ആരുമല്ല. സത്യത്തിൽ ഉയർത്തത് കർത്താവാണ് ആദ്യം. അപ്പോൾ ലാസർ ഉയർത്തില്ലേ? ഉയർത്തു. അങ്ങനെ പലരും ഉയർത്തില്ലേ? നായിലെ വിധയുടെ മകൻ ഉയർത്തില്ലേ? ഉയർത്തു. തവീത ഉയർത്തില്ലേ? ഉയർത്തു. പക്ഷെ ഇവർക്ക് എല്ലാവരും പ്രശ്നമുണ്ടേ, ഉയർത്ത ഇവര് പിന്നെ മരിച്ചുപോയി. അവര് പിന്നെ മരിച്ചു. നമ്മൾ ഉയർത്താൻ നമ്മളും മരിക്കും, അതാണ് കാര്യം. നമ്മളെല്ലാം മരിച്ചു, അവരെല്ലാം ഉയർത്തു. ലാസറും ഒക്കെ ഉയർത്തവരാണ്, മരിച്ചുപോയി. ഞാനിത് ഒരുത്തരോട് പറഞ്ഞു, ലാസർ മരിച്ചു എന്ന് ഇത്രയും കൃത്യയോടെ പറഞ്ഞ് നിങ്ങൾ ബൈബിളിൽ തെളിയിക്കണമെന്ന്. ലാസർ മരിച്ചു എന്നൊരു വാക്യം എന്താ? തബീത മരിച്ചു എന്നൊരു വാക്യം എന്താ? എന്താ നൈനിലെ വിധയുടെ മകൻ പിന്നെയും മരിച്ചു എന്നൊരു വാക്യം തരാം. ഞാൻ പറയും, വാക്യം തരുന്നേക്കാൾ നല്ലൊരു കാര്യമുണ്ട്. ബ്രദർ ഇവര് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പെട്ടെന്ന് പോയി അവരെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. 10,000-2000 വയസ്സ് കാണുമല്ലോ, അതൊരു വിസ്മയമായിരിക്കും കാണുന്നത്. ഇവര് എവിടെ ഉണ്ട് ഞാൻ കണ്ടുപിടിക്കാം, സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, മരിക്കാത്ത ഒരു ശരീരത്തിലല്ല ഇവർ ഉയർത്തത്. യേശുവാണ് ദ്രവത്വം കാണുവാൻ പരിശുദ്ധനെ സമ്മതിക്കാത്ത ഒരു ബോഡിയിൽ ഉയർത്തത്. ഈ ബോഡിയാ നമുക്ക് ഉയർപ്പിൽ തിരിച്ചു കിട്ടുന്നത്. മരണം കാണാത്തൊരു ബോഡി, വിശക്കാത്ത ഒരു ബോഡി, വിയർക്കാത്തൊരു ബോഡി, രോഗം വരാത്ത ഒരു ശരീരത്തിലാണ് നമ്മൾ ഉയർക്കുന്നത്. അതുകൊണ്ട് ആ മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, സർവ്വസൃഷ്ടിക്കും ആദ്യജാതൻ, കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗമൊന്നും പഴയ ജനനത്തെ കുറിച്ചല്ലെന്ന് പറയാനാ ആ വാക്യം വഴി പറഞ്ഞു. ആട്ടെ, നമുക്കിനി ഇതിനെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ ഒന്ന് പഠിക്കാം. അതായത് നമ്മൾ ഇത്രയും നേരം തിയറിയാ പറഞ്ഞു, അത് ഞാൻ ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പറഞ്ഞാൽ. അപ്പൊ നമുക്ക് നമ്മുടെ സാധാരണ നിലയിൽ ഇതൊന്ന് പറയാൻ വേണ്ടി ഞാനൊരു സന്തോഷ വാർത്ത ഈ കാര്യത്തിൽ. എനിക്ക് ട്രിനിറ്റി മനസ്സിലാക്കിയപ്പോൾ എന്റെ ആനന്ദം വർദ്ധിക്കാൻ, ദൈവസ്നേഹം വർദ്ധിക്കാൻ അതെന്താണെന്നൊന്ന് പറയാം. അതിന്റെ പ്രായോഗികവശം ഇതാണ് പ്രധാനം. ദൈവമക്കളെ കേൾക്കും, നമുക്ക് ഈ ദൈവ പിതാവ് എന്ന് കേൾക്കുന്നത് ഒരു ബഹുമാന പുരസ്സരം തോന്നുന്ന ഒരു പദവി തന്നെ. കാരണം ഒരു വിധത്തിലും നമുക്ക് ദൈവത്തോട് അടുക്കാൻ ഒരു വഴിയില്ല, ഒന്നും അടുക്കാൻ കഴിയില്ല. അതിന്റെ നമ്മുടെ നേച്ചറാ പ്രശ്നം. നമ്മുടെ നേച്ചർ എന്ന് പറഞ്ഞാല് ദൈവത്തോട് ഞാൻ അടുക്കും തോറും അവിടുത്തെ വിശുദ്ധി, അവിടുത്തെ ചൈതന്യം, അവിടുത്തെ പ്രഭ, അവിടുത്തെ അസ്തിത്വം, അവിടുത്തെ ജ്ഞാനം, ഈ വ്യക്തിത്വത്തോട് എങ്ങനെയാണെന്ന് അടുക്കാൻ കഴിയില്ല. അകലെ നിന്ന് മാത്രമേ എനിക്ക് ദൈവത്തെ കാണാൻ, അത്രമാത്രം എനിക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലാണ്. നീ അവിടുന്ന് തീരുമാനിച്ചു എന്റെ അരികിലേക്ക് ഇനി വരാം. എന്റെ അരികിലേക്ക് വരാൻ തീരുമാനിച്ചാൽ എന്റെ അരികിലേക്ക് അടുത്തടുത്തടുത്ത് വരും തോറും ഞാൻ യെശയ്യാവ് പറഞ്ഞ പോലെ പറയും, അല്ലെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ഞാനും ഒരുമിച്ച് പറയും, വരരുത്, ഞാൻ അശുദ്ധനായൊരു മനുഷ്യൻ, ഞാൻ കൊള്ളരുതായ്മക്കാരൻ, ഈ നാവ് ശരിയല്ല, ഈ ജീവിതം ശരിയല്ല, അങ്ങയുടെ വിശുദ്ധിക്ക് മുമ്പിൽ ഞാൻ തീർന്നു പോകും. ആ വിശുദ്ധിയുടെ തേജസിന്റെ മുമ്പിൽ എന്റെ നഗ്നത വെളിവായി വരും. ഞാൻ ആരാണെന്നുള്ള സത്യം, എന്നെക്കുറിച്ചുള്ള പരിമിതികൾ മുഴുവൻ വെളിപ്പെട്ടു വരും. വരരുത്, ഞാൻ ഭീതിയോടെ മാറും. എനിക്കും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, ഈ കൂട്ടായ്മ അറ്റുപോയി, അതാ സത്യം. പക്ഷെ ഞാൻ യോജിക്കണ്ടേ, എന്റെ പിതാവല്ലേ, എനിക്ക് യോജിക്കണമല്ലോ, വഴിയില്ല. എന്റെ പിതാവിന് എന്നെ സ്നേഹിക്കണം, വേറെ വഴിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിൽ ഒരു മധ്യസ്ഥനുണ്ടേ പറ്റും. പക്ഷെ ഈ മധ്യസ്ഥന് ചില ക്വാളിറ്റി ഉണ്ട്, അതുകൂടെ നമ്മളൊന്ന് പഠിച്ചു പോവാം. എന്താ ക്വാളിറ്റി എന്ന് അറിയണ്ടേ? വിശുദ്ധനായ ദൈവം, അശുദ്ധനായ ഞാൻ, സർവശക്തനായവൻ, അശക്തനായ ബലഹീനനായ ഞാൻ, ഞങ്ങളുടെ രണ്ടിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാളിനൊരു യോഗ്യതയുണ്ട്. അത് വ്യക്തമാക്കി തരാം. ഇപ്പോൾ കോടതിയും
അതുപോലെ തന്നെ ഗവൺമെന്റും തമ്മിൽ കേസ് വരും. ചില ഗവൺമെന്റ് പ്രതിയായി പോകുന്ന സമയങ്ങളുണ്ട്. അപ്പോഴായി നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടറെ വിളിപ്പിച്ചു, അറ്റോർണി ജനറലെ വിളിപ്പിച്ചു, കോടതി വിളിപ്പിച്ചു, കത്തിട്ട കേന്ദ്ര അറ്റോർണി ജനറൽ എറണാകുളത്ത് വന്നേ പറ്റൂ, അല്ലെങ്കിൽ അയാളുടെ പ്രതിനിധി വന്നേ പറ്റുള്ളൂ, ഇവിടെ വന്നേ പറ്റൂ. അപ്പൊ നമ്മൾക്ക് കേസ് കൊടുത്താലും വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ വരുമ്പോൾ ചില കാര്യങ്ങൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിലെ നോക്കുന്നത് കരുണയല്ല, ദയയല്ല. കോടതിക്ക് കരുണയില്ല, ദയയില്ല. നമ്മളാണെ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കരഞ്ഞാൽ ആ പോട്ടെ മോനെ എന്ന് പറഞ്ഞങ്ങ് വിടും. പക്ഷെ കോടതി ഇന്ന് വരെ ഒരാളെയും കരഞ്ഞെന്ന് ഓർത്ത് പോട്ടെ മോനെ എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല, ഒക്കത്തില്ല. അതാ കാര്യം. അതിനാണ് കോടതി കണ്ണുമൂടിക്കെട്ടി കയ്യിലൊരു തുലാസം കൊണ്ടിരിക്കുന്ന ഒരു ദേവത. അതിങ്ങനെ നിർത്തിയിരിക്കുന്ന എന്തിനാന്ന്? ആരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് അറിയണ്ട, ഇതിന്റെ കയ്യിൽ എനിക്കറിയാം തൂക്കം എവിടെയാ കൂടുതൽ, തട്ട എവിടെയാ, അത് കറക്റ്റ് പിടിക്കാൻ ഞാൻ ഇരിക്കുകയാണ്, വിധി പറയും. ഇതാണ് അതിന്റെ അർത്ഥം. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കോടതി ചില കാര്യങ്ങൾ, ഉദാഹരണം, നമ്മുടെ കുറെ കുട്ടികൾ നഴ്സിംഗ് കോളേജിൽ പഠിക്കും. ആ കോളേജിന് അക്രഡിറ്റേഷൻ ഇല്ല. കോളേജിന്റെ കുഴപ്പമായിരുന്നില്ല, അത് കിട്ടുമെന്നൊക്കെ ഓർത്ത് ചേർത്തതാണ്. പക്ഷെ 3-3.5 കൊല്ലം കഴിഞ്ഞിട്ടും കാര്യത്തിൽ നീക്കം. 450 കുട്ടികളുടെ ഭാവി പോകാനുണ്ട്. അപ്പോൾ കോളേജിനെതിരെ കേസായി, ഗവൺമെന്റ് ഇടപെടേണ്ടി വന്നു, കുട്ടികൾ പരാതി പറഞ്ഞു. അപ്പോൾ ആകുന്ന പണി നോക്കിയിട്ട് പരിഹാരമില്ല, കുട്ടികൾക്കെതിരെ വിധി വരും. കാരണം യൂണിവേഴ്സിറ്റിക്ക് നോംസ് ഉണ്ട്, INC-ക്ക് നോംസ് ഉണ്ട്. അതൊന്നും പാലിക്കാതെ നമ്മൾ സ്ഥാപനം നടത്തിയിട്ടേ കോടതി അവർക്ക് അനുകൂലേ വിധിക്കുള്ളൂ. അതാ കാര്യം. കോടതി അവരെ വിധിക്കുള്ളൂ. 450 കുട്ടികളുടെ ഭാവി കോടതി മുമ്പിൽ ഇല്ല തൽക്കാലം. നിങ്ങളാരും നോക്കേണ്ടത്. മനസ്സിലായി? ഇവിടെ നിയമമുണ്ട്. ഇവര് പറയുന്ന ന്യായം, നിയമത്തിനെ കൂട്ടു നിൽക്കൂ കോടതി. അതിനെ ഇങ്ങനെ നിൽക്കുന്നത്. അതാ കോടതി. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ആ ന്യായാധിപതി വെറുതെ വിട്ടുവീഴ്ച ചെയ്താൽ നീതിയല്ലെന്ന് വരും. അതുകൊണ്ട് നീതിമാനായ ദൈവത്തിന്റെ അരികിൽ പോകാൻ നിങ്ങൾക്കോ എനിക്കോ തന്റെ ഇടമുണ്ട്, ചങ്കൂറ്റമുണ്ട്, അടിച്ചുണ്ട്. ആർക്കും ഇല്ല. അത് യെശയ്യാവ് സമ്മതിക്കുക പറ്റില്ല എന്ന്. ആർക്കും കഴിയില്ല. അതാ സത്യം. അങ്ങനെ വരുമ്പോ ഈ കീറാമുട്ടി പരിഹരിക്കാൻ കോടതി ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂരി എന്നതിന് പറയും. അമിക്കസ് ക്യൂരി, ആൻ അമിക്കബിൾ സെറ്റിൽമെന്റ് ബിറ്റ്വീൻ കോർട്ട് ആൻഡ് ദ സ്റ്റേറ്റ് ആണ്. തർക്കം വരും. ഈ വരുന്ന ആളാരാന്നറിയണ്ടേ? അങ്ങേര് ഒരു ജഡ്ജിയാണ്, ഒത്തിരി വിധി പറഞ്ഞ് ശീലമുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ജഡ്ജിയോ സീനിയർ വക്കീലോ. അതിന്റെ പ്രത്യേകത, ഈ കോടതിക്ക് വലിയ വിശ്വാസമാണ് ഈ പറഞ്ഞു വിടുന്ന ആളിനെ. വിശ്വാസമുള്ള ആളിനെ വിട്ടിരിക്കുന്നത്. കാരണം കോടതിക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കോടതിയുടെ പ്രതിയായിട്ട് അവിടെ പോക്കും. അപ്പം ഗവൺമെന്റിന് സന്തോഷമാണ്, ഞങ്ങളുടെ ബലഹീനത മനസ്സിലാകുന്ന ആളായി വരുന്നത്, സംസാരിക്കും. കാരണം ഇത് ഒരു ക്വാസി കോർട്ടാ, അർത്ഥ കോടതി പോലെയായി വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് സംസാരിച്ചിട്ട് ഗവൺമെന്റിന്റെ പരിമിതി മനസ്സിലാക്കും, കുട്ടികളുടെ ഭാവിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ചർച്ച നടത്തി പറയും, നിയമപരിരക്ഷ കൊടുക്കും ഈ കുട്ടികൾക്ക്. നിയമം വഴി ഈ കുട്ടികളുടെ അപാകത മാറ്റിയിട്ട് ആ നോംസ് ഒക്കെ തിരുത്തി നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ഈ കുട്ടികളെ നിയമപരിരക്ഷയ്ക്കകത്താക്കി കഴിയുമ്പോൾ കോടതി റെഡി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അതേ വഴിയുള്ളൂ. നിയമം വഴി ഈ കുട്ടികളെ ഇതിനകത്താക്കണം. ഇതിനകത്താക്കി കഴിയുമ്പോൾ പ്രശ്നം തീർന്നു. അതുകൊണ്ട് നിയമം അമെൻഡ് ചെയ്യണം. നിയമം അമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനായി വന്ന് ചർച്ച നടത്തി ആ യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നമില്ലാതെ, ആ INC-ക്ക് പ്രശ്നമില്ലാതെ, കുട്ടികൾക്കും പ്രശ്നമില്ലാതെ കോടതിക്ക് നീതി നടപ്പിലാക്കാനും കഴിയുന്ന ഒരു ഇടനിലക്കാരൻ. ഈ ഇടനിലക്കാരന്റെ പ്രത്യേകത എന്താ? ഒരേ സമയം കോടതിയുടെ നീതിബോധം ശരിക്കറിയാം, അതേസമയം സർക്കാർ അകപ്പെട്ട വിഷമവൃത്തം അറിയാം, കുട്ടികളുടെ അവരുടെ അവസ്ഥ അറിയാം, കുട്ടികളോട് കരുണ, സർക്കാരിനോട് അനുഭാവം, കോടതിയോട് നീതിബോധം, ഇത് മുഴുവൻ പുലർത്തുന്ന ഇയാള് ഒരേ സമയം സർക്കാരിനും കോടതിക്കും ഇടയിൽ നിൽക്കും. ഇങ്ങനെ ദൈവത്തിനും എനിക്കും ഇടയിൽ നിൽക്കാൻ ചങ്കുറപ്പുള്ള ഒരുത്തനും ഇല്ല, ലോകത്തൊരുത്തനും ഇല്ലാതിരിക്കെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഇവിടെ വന്നു. എന്റെ ബലഹീനത മനസ്സിലായവൻ എനിക്ക് വേണ്ടി ഇങ്ങ് വന്നു. ദൈവപിതാവിനോട് പറഞ്ഞു, ഞാൻ എത്തിയിട്ടുണ്ട്, എന്റെ മക്കളാണിത്. അങ്ങനെ എന്നെയും ദൈവത്തെയും തമ്മിൽ അവനങ്ങ് ഒരുമിപ്പിച്ചു. ഇതാ ഇടനില. എന്നിട്ടേ ഒരു കാര്യം കൂടി കേട്ടോ, ലോകത്തെല്ലാ മതങ്ങളും അവരുടെ സൃഷ്ടാവിനെ സ്ഥാനപ്പേർ ചൊല്ലിയാ വിളിച്ച്. ജൂതൻ ഭയഭക്തി ബഹുമാനത്തോടെ വിളിക്കും അദോനായ്. യാഹ്വേ എന്ന് വിളിക്കാൻ പേടിയാ, അദോനായ് അല്ലയോ കർത്താവേ എന്നാണ്. അദോനായ്, യഹോവ എന്നുള്ള പേര് അവൻ ഉച്ചരിക്കില്ല, പേടിയാ, ഇന്നും ഉച്ചരിക്കില്ല. അദോനായ് അങ്ങനെ വിളിക്കുള്ളൂ. എഴുതി വെച്ചാൽ പോലും അവൻ യാഹ്വേ എന്ന് കാണുന്നിടത്ത് അദോനായി എന്നേ വിളിക്കുള്ളൂ. അത്ര പേടിയാണ്. യഹോവ എന്റെ ഇടയനാകുന്നു ഇന്നും ഒരു യഹൂദൻ വായിക്കില്ല, പേടിയാ. മറിച്ച് അദോനായി എന്റെ ഇടയനാകുന്നു അങ്ങനെ വായിക്കുള്ളൂ. അപ്പോൾ ലോകത്തെല്ലാ മതങ്ങളും ദൈവത്തെ അകലെ നിന്ന് സ്ഥാനപ്പേർ ചൊല്ലി ഏതെങ്കിലും രൂപത്തിൽ അഡ്രസ് ചെയ്യുന്നു. ഈശ്വരൻ എന്ന് വിളിക്കുന്നു കുറെ ആളുകൾ അവരുടെ സൃഷ്ടാവിനെ. അല്ലാ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ഈശ്വര എന്ന് ദൂരത്ത് നിന്ന് വിളിക്കുന്നു.
സകല മതങ്ങളും വിശ്വാസ സംഹിതകളും ദൈവത്തെ ദൂരെ നിന്ന് അതിന്റെ സ്ഥാനപ്പേർ ചൊല്ലി വിളിക്കുമ്പോൾ, ലോക ചരിത്രത്തിൽ ഇന്നേ വരെയുള്ള ആത്മീയതയുടെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ അനുഗാമികളുടെ മാത്രം മാർഗമാണ്. only we people addressing God as Father. നമുക്ക് മാത്രമാണ് അഭിമാനപുരസ്സരം പറയാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന മാർഗം നമ്മുടേത്. ഇങ്ങനെ വിളിക്കാൻ എനിക്ക് പ്രാഗൽഭ്യം തന്നത് പുത്രനിലൂടെ. ഈ കൺസേൺ എങ്ങനെ ഉണ്ടായെന്ന് അറിയണ്ടേ? ഇവിടെ പ്രായമുള്ള ചില ദൈവാസന്മാരെ ഞാൻ കാണും. ഇവര് അവരുടെ മക്കളും ഒക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിനകത്തുണ്ടെന്ന് എന്റെ വിചാരം. നമ്മുടെ വീട്ടിലെല്ലാം കൊച്ചു പിള്ളേരുണ്ട്, കൊച്ചുമക്കൾ. ആ കൊച്ചുമക്കളുടെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം പരിപാടികൾ. ഈ കൂടെ ഭയങ്കര ശുചിത്വബോധമുള്ള അപ്പച്ചന്മാരിപ്പുണ്ടല്ലോ. നമ്മുടെ MP മത്തായി പാസ് അടക്കം. ഞാൻ വേറെ ദിവസനെ കാണുന്നു. ശുചിത്വബോധം. വീട്ടിൽ ചായ എടുത്താൽ ഒക്കൂല, കാപ്പി എടുത്താൽ ഒക്കൂല. ഈ വീടും പരിസരം ഇങ്ങനെ ഇട്ടാൽ മതിയോ? ഡൈനിങ് ടേബിളിൽ എന്തായി കിടക്കുന്നത്? ഈ അപ്പച്ചന്റെ വേറൊരു പണിയുണ്ട്. ഈ കൊച്ചുമോൻ വന്നിട്ട് അവൻ കടിച്ചു തുപ്പിയ കടലമുട്ടായി അപ്പച്ചന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഭക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു അശുദ്ധിയില്ല. അവൻ അതിനെല്ലാം പോയി കളിച്ചേച്ച് വന്നിട്ട് ഇത് അപ്പച്ചന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അവൻ അപ്പച്ചനെ കടിക്കും, അപ്പച്ചന്റെ വായിൽ വേണേ തുപ്പും. നമ്മൾ എന്തുവാടാ കാണിക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് അവനെ തല്ലി നോക്കി, അപ്പച്ചൻ നമ്മളെ കൊല്ലും, പൊളാന്ന് പറഞ്ഞ് നമുക്ക് ടടി കിട്ടും. നമ്മളൊക്കെ അന്നേരം ആർത്തിയോടെ കാത്തു നിൽക്കും, ദൈവമേ ഈ അപ്പനിൽ നിന്ന് എനിക്ക് ഈ കരുണയെന്ന് കിട്ടിയില്ല, ഈ അപ്പൻ എന്താ ഇതുപോലൊരു വിട്ടുവീഴ്ച എന്നോട് ചെയ്യാത്ത? അത് മനസ്സിലായോ? അതിന്റെ പേരാ സ്നേഹം. എന്റെ അർത്ഥം മനസ്സിലായോ? ഈ പിതാവിനെ നമ്മളെ ഒന്ന് സ്നേഹിച്ച അപ്പന് മതി വന്നിട്ട്, അതാ കാര്യം. പക്ഷെ ഇടയ്ക്ക് തല്ലിപ്പിരിഞ്ഞ് നമ്മൾ നമ്മുടെ വഴിക്ക് പോയ നാൾ മുതൽ ഈ അപ്പനിൽ ഒരു പിണക്കം നമ്മളോട് ഉണ്ടായി. ഏതിനു വെച്ച് തുടങ്ങിയ പിണക്കമാ. ഇതൊന്ന് പരിഹരിക്കാനാവാതെ അപ്പന്റെ ഉള്ളം വിങ്ങിക്കൊണ്ടിരിക്കെ അപ്പനെയും എന്നെയും ഒന്നാക്കി തീർത്തത് അവിടുത്തെ പുത്രനാണ്. ഇന്ന് നമുക്കിടയിൽ അകല. ദൈവപിതാവിനെ അങ്ങനെയും ദൈവപുത്രനെ അങ്ങനെയും ദൈവപരിശുദ്ധാത്മാവിനെ അങ്ങനെയും കാണാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ വിശ്വാസത്തിന് ദൃഢത വന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ ഇന്നും മൂന്നായിട്ട് തന്നെ അവരെ കാണുന്നു. സാരാംശത്തിൽ ദൈവം ഏകനാണ്. അതാ സത്യം. ഒറ്റ ഒരു ദൈവം ഞാൻ അനുഭവിക്കാൻ എനിക്ക് വേണ്ടിയാണ് ദൈവപുത്രൻ അയച്ചത്. ഇന്ന് ദൈവപുത്രന്റെ അഭാവത്തിൽ എനിക്കൊരു മെന്ററെയാ തന്നിരിക്കുന്നത്. മെന്റർ, ഒരു അധ്യാപകനെ തന്നിരിക്കുന്നത്, ഒരു മാസ്റ്റർ ടീച്ചറെ തന്നു. അപ്പോ സ്കൂൾ മാസ്റ്ററായിട്ട് പഴയ നിയമം ഭവിച്ചു, ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. അപ്പോൾ ശിശുപാലകനോട് കാണിച്ച വിട്ടുവീഴ്ചയെല്ലാം നമുക്ക് പഴയ നിയമത്തിൽ കിട്ടി. ഒത്തിരി വിട്ടുവീഴ്ച. അതാ ദാവീദിനിട്ട് തല്ലുമൊക്കെ കൊടുക്കാൻ വന്നിട്ട് പോട്ടെന്നൊക്കെ വെച്ച് കൊച്ചു പിള്ളേർ അംഗൻവാടി കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭക്തനെ ട്രീറ്റ് ചെയ്ത്. ഒത്തിരി വിട്ടുവീഴ്ച കിട്ടി. പുതുനിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്നേഹത്തിന്റെ ശാസന ഒക്കെ കർത്താവ് നമുക്ക് തന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാലം. പരിശുദ്ധാത്മാവിന്റെ കാലത്ത് ഒരു കാര്യം നമ്മോട് കർശനായിട്ട് പറഞ്ഞു, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഓർത്തോണം, തീയാണ് നിന്റെ കൂടെ ഉള്ളത്, സൂക്ഷിച്ചേ പാടും. അടുത്ത കാര്യം, ദൂഷണം പറയരുത്, അത് പണി കിട്ടുന്ന ഏർപ്പാട്. പരിശുദ്ധാത്മാവിന് വിപരീതമൊക്കെ സംസാരിച്ച സമൂഹങ്ങൾ എവിടെ പോയി? നിങ്ങളത് ആലോചിച്ചു നോക്കും. നമ്മളിപ്പോ ഒരു കാഴ്ച കണ്ടു. ഒരു ദൈവദാസൻ എവിടെയോ അദ്ദേഹത്തിന്റെ ചർച്ചിൽ അന്യഭാഷ പറയും. അദ്ദേഹത്തിന്റെ പ്രൈവസിയിൽ അദ്ദേഹം അന്യഭാഷ പറയും. അത് വെട്ടിയെടുത്ത് ഇട്ടിട്ട് കുറെ എണ്ണം കളിയാക്കാനിരിക്കുക. അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ അദ്ദേഹം അന്യഭാഷ പറഞ്ഞു. ഇത് പിടിച്ച് പുറത്തിട്ടിട്ട് ആളുകൾ കളിയാക്കുക. ഒരു കാര്യം ആലോചിച്ചു, ഇത് അദ്ദേഹം ശരി പറഞ്ഞോ തെറ്റു പറഞ്ഞോ എന്നുള്ള ഏത് പാരാമീറ്റർ വെച്ചാൽ നിങ്ങൾ ഈ അളക്കുന്നത്? അതായത് ശരിയോ തെറ്റോ എന്നും പറയട്ടെ, അതാ തെറ്റ് അയാൾ തീർത്തോളൂ. ശരി എന്നാണെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന ആരെയാണ്? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാട്ടെ. ഞാൻ ഈ പ്രഹസനങ്ങളെ അല്ല പറയുന്നത്. അന്യഭാഷ മൈക്ക് കൂടെ പറയേണ്ടതോ പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കേണ്ടതോ അല്ലെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ചർച്ചിൽ എൻജോയ് ചെയ്യുകയാണ്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അവൻ മനുഷ്യരോടല്ല ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത്. ഇന്ന് ഇതിനൊക്കെ എതിരെ നിയമം ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളോടെ പോയി നിങ്ങളൊന്ന് ആലോചിച്ച്. എല്ലാം സിംഹവാലം കുരങ്ങ് കണക്കെ വംശനാശം വന്ന് അറ്റുപോയപ്പോൾ ഓർക്കണം, നമ്മുടെ പിതാക്കന്മാർ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചതിന് അന്ന് നമ്മളെ എറിഞ്ഞോടിച്ചവർ. സ്വന്തം ഹോസ്പിറ്റലും സ്വന്തം സ്കൂളും ഒക്കെ സ്വന്തം ഉള്ളവരാ. ഇന്ന് നമ്മുടെ ഒരു സെന്ററിന്റെ, മധുരാങ്കൂറിലെ ഒരു സെന്ററിന്റെ വലിപ്പമില്ല. മധുരാങ്കൂറിലെ ഒരു സെന്ററിന്റെ വലിപ്പമില്ല. അന്യഭാഷാ വിരുദ്ധരായ ലോകത്തിലെ ആളുകളെ മൊത്തം എടുത്താൽ IPCയുടെയോ ചർച്ച് ഓഫ് ഗോഡിന്റെയോ അല്ലെങ്കിൽ ഷാരോന്റെയോ അല്ലെങ്കിൽ അസംബ്ലീസ് ബോർഡിലെയോ ഒരു സെന്ററിന്റെ വലിപ്പമില്ല ലോകം മൊത്തം ഉള്ളവനെ എടുത്താൽ. നിങ്ങളെ ആലോചിച്ച് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അതാണ് ദൈവപരിശുദ്ധാത്മാവ്. ഇനി ദൈവപരിശുദ്ധാത്മാവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഉദാഹരണം മുമ്പേ പറഞ്ഞ അതേ ഉദാഹരണം. ഇവിടെ പെൺകുട്ടികളെ ഞാൻ കാണുന്നു കുറെ പേര്. ഈ ഒരു വീട്ടിൽ ആൺകുട്ടിയും പെൺകുട്ടിയുള്ള വീട്ടില്, രണ്ട് ആൺപിള്ളേരുള്ള വീട്ടില് സ്ഥിതി ആദ്യം
രണ്ട് ആൺപിള്ളേരുള്ള വീട്ടില് ഈ മൂത്ത ചെറുക്കൻ തല്ലുകൊണ്ടങ്ങ് മടുക്കുക. വലിയ ചെറുക്കൻ അടി കൊണ്ട് പോണക്ക്, ചെറിയ ചെറുക്കൻ അതിലെല്ലാം ഓടിപ്പോയി വീഴും, വലിയ കൊച്ചനിട്ട് അടി. എന്താണ് ഇതിന്റെ കാരണം നമുക്ക് ഒരു പിടിയില്ല. നീ കാരണം ഈ ചെറുക്കൻ ഇതുപോലായെന്ന് പറഞ്ഞ് ആ ചെറുക്കനെ അങ്ങ് അടിച്ചടിച്ച് അവനൊരു പൊട്ടൻ ടൈപ്പായി. എന്നിട്ട് പറയാ ഒരു വക അവൻ പഠിക്കുകയല്ല. കാരണം ഇവൻ ചെറിയ കുറ്റം ചെയ്താലേ പേടി, അതേ തല്ല് വരുന്നു. ഇതാ കാര്യം. മനസ്സിലായോ? അതെല്ലാം ഒരു നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിനനുസരിച്ച് ഈ ചെറിയ ചെറുക്കനങ്ങ് വിളയുക. ഞാൻ എന്റെ വീട്ടിലെ ചെറിയ ചെറുക്കനാ, അതുകൊണ്ട് എനിക്ക് എന്റെ അനുഭവം അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ചെറിയ ചെറുക്കന്മാര് വീട്ടിലെ ഇളയ ഉള്ളിയില്ല, അവന്മാര് ഭയങ്കര ഉള്ളികളാണ്. എന്നാല് ഒരു മർമ്മം പറയാൻ വേണ്ടി വന്ന, ഈ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഒക്കെ ഉള്ള വീട്ടില് ഈ അമ്മ പെമ്പിള്ളേരെ തല്ലി നോക്കി. ഈ സച്ചിൻ ബാറ്റ് ചെയ്യുന്ന പോലെ ചൂലെടുത്തടിച്ചാലും ഈ പെമ്പിള്ളേര് അമ്മയുടെ തല്ലിന് ഒരു പരിഗണനയുണ്ട്. അന്നും അവര് മൈൻഡ് ചെയ്യുന്ന പോലില്ല, തല്ലാന്നുള്ളത്. അപ്പൻ തല്ലുണ്ടെന്ന് വഴക്ക് പറഞ്ഞു. അപ്പൻ വഴക്ക് പറഞ്ഞ അന്ന് അവള് ഫുഡ് കഴിക്കും. കണ്ടിട്ടുണ്ടോ? അപ്പൻ ഷൗട്ട് ചെയ്ത് അവള് ഭയങ്കര സമരത്തിലാണ്. അപ്പോൾ അപ്പൻ പറയും, നമുക്ക് വേണ്ടേ കഴിക്കണ്ട, ചപ്പാത്തി എടുത്തു. നമ്മൾ കഴിക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് കഴിക്കാൻ പോയി. അപ്പൻ ഓടി ചെല്ലും, മോളെ പിടിക്കും, ഇഞ്ഞു വാ, എന്താണെന്നറിയണ്ടേ, ഇത് മെന്ററും കൂടെ അപ്പൻ മോളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോ മോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ഇതുപോലെ ആ ദൈവം ചില ബാലശിക്ഷ തരുന്നു. തല്ല് കിട്ടിക്കഴിഞ്ഞ നമ്മുടെ ശരീരത്തിലേക്ക് അപ്പൻ കൈ ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മെന്ററായിട്ട് ചിലപ്പോൾ നമുക്ക് തല്ലും, ചെവിക്ക് പിടിക്കും. ചില പറയാം അവന് ദൈവശിക്ഷയാന്ന് പറയല്ലേ. നമുക്കൊക്കെ അത് കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത്. ഇടയ്ക്ക് ഓരോ തല്ല് കിട്ടിയില്ലേ നമ്മൾ ശരിയാവില്ല. തല്ല് മാത്രമല്ല അവിടെ ഉള്ളത്, ആ തല്ലിന്റെ തിണുത്ത പാടുകളിലേക്ക് തലോടുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിനെ വേറിട്ടറിഞ്ഞപ്പോഴാണ് നമുക്ക് ബോധ്യം വന്നത്. അപ്പൊ ട്രിനിറ്റി പഠിക്കുന്നത് ഒരു തത്വം പഠിക്കാനല്ല, ദൈവപിതാവിനുള്ള ബന്ധം ഉറപ്പിച്ചു നമ്മളെ നിത്യതയ്ക്ക് ഒരുക്കാൻ വേണ്ടി ഒരു കാര്യസ്ഥനായി പരിശുദ്ധാത്മാവിനെ ദൈവം ഇന്ന് നിയോഗിച്ചിരിക്കുന്നു. അതാണ് അതിന്റെ പ്രായോഗിക വശം. അപ്പോൾ നമ്മൾ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തത്വം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവപുത്രനിലൂടെ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് ഒരു പ്രത്യേകത പറയാം. ഈ പരിശുദ്ധാത്മാവ് ഒരു അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ശരിയായ വഴി പറഞ്ഞു തരുന്ന ആളായിട്ടാണ്. അപ്പൊ അത് ഒന്ന് വ്യക്തമാക്കാം. നമ്മൾ ഈ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ രീതി ശൈലിയിലൊന്നും അവിടെ ഉത്തരം പറഞ്ഞ കാര്യം നടക്കില്ല. എപ്പോഴാണ് ഈ സംഭവം നടന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, അതൊരു 8, 8:30, 9, 10, 10:30 ആയി കാണും. നമ്മൾ ഈ സഹായത്തിന് പോകുന്ന കണക്കൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അത് 10, 11, 12 ആയി കാണും സാറേ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. കാരണം 10, 11, 12 അവിടെ എഴുതും അപ്പോഴേ. മനസ്സിലായോ? അവിടെ അതിന് കോടതി വിശ്വാസമുള്ള ഒരാളെ വെച്ചിട്ടുണ്ട്, ഒരു അഡ്വക്കേറ്റ്. നമ്മൾ അഡ്വക്കേറ്റിനോട് പറയും ഇതാ സംഭവം. അപ്പൊ ആ പുള്ളിക്കാരൻ ഏത് ഘട്ടത്തിൽ ഇടപെടും. കാരണം എനിക്ക് വിശ്വാസമുള്ളവനെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചേ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുക അദ്ദേഹം. അപ്പോ വക്കീൽ പറയും ഞാൻ പറയുന്ന പോലെ ഇദ്ദേഹം പറയാവുള്ളൂ, കോടതിയാ. അപ്പോ നമുക്കൊരു നീതിയുള്ള ന്യായാധിപതിയായ ദൈവത്തിന്റെ കോടതി നിൽക്കാൻ നമുക്ക് പ്രാഗൽഭ്യം വന്നത് പുത്രന്റെ രക്തമാണ്. ഓൾറെഡി ഫൈൻ അടച്ചു കഴിഞ്ഞു. 2, നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുക. അതിന്റെ കാര്യം പറയാം. പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല എന്ന് ബൈബിളിലുണ്ട്. പ്രാർത്ഥിക്കേണ്ടും വണ്ണം. എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥിക്കണേ, നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാനിവിടെ ഒരു ദിവാസനെ കാണുന്നുണ്ട്. അപ്പോ ജോൺസൺ എന്ന് പറയുന്ന ദിവാസനെ കാണാനിരിക്കും. അപ്പൊ ഞാനും പറയാണ്, ഞാൻ ജോൺസൺ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്നവർ കുറച്ചേരം ആയിക്കഴിഞ്ഞാൽ ദൈവം ചോദിക്കുക, നീ പ്രാർത്ഥിച്ചു, എന്തിനാണ് നീ പ്രാർത്ഥിച്ചത്? പുള്ളിക്ക് എന്തോ വേണ്ടത്? എനിക്കൊന്നും അറിയത്തില്ല. ഈ പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പോരുന്നതിന്റെ പ്രയാസം മനസ്സിലായി. ഒരു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ. എന്തിനാ പ്രാർത്ഥിച്ചത്? എന്താ അദ്ദേഹത്തിന്റെ ആവശ്യം? അത് അദ്ദേഹത്തിന് ഭക്ഷണം വേണം, കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുടെ വീസ്, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിലുപരി അദ്ദേഹത്തിന്റെ ശരി ആവശ്യം നിനക്കറിയാം. ജോയ് പാഷ ശരി ആവശ്യം അറിയാവുന്ന ഒരാൾ വീട്ടിലില്ലെന്ന് എന്റെ വിചാരം. അദ്ദേഹം ഇതുവരെ ഒരു സാക്ഷ്യത്തിലും അത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ ജോൺസൺ പാഷ വിഷയം, മർക്കോച്ചാന്റെ വിഷയം അറിയാവുന്ന ആരും ഇല്ല, ഭാര്യ പോലും ഇല്ല. ശരിയായ ആവശ്യം എന്താന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? അത് എഡിറ്റ് ചെയ്താ പറഞ്ഞു. കാരണം പബ്ലിക്കിന് കേൾക്കാൻ കൊള്ളാവുന്ന വിധത്തിൽ നമ്മുടെ ഒരുതരം ദുരാഭിമാനമാണ്. അതൊക്കെയാണല്ലോ മനുഷ്യന്റെ അഭിമാനം. അത് തന്നെയാണ്. യഥാർത്ഥ വിഷയം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തുമില്ല. എന്റെ വിഷയം ഞാൻ നിങ്ങളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവാത്മാവിനറിയാം എന്റെ യഥാർത്ഥ വിഷയം. മറ്റൊന്നുകൂടിയുണ്ട്, എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും ദൈവാത്മാവിനറിയാം. അതുകൊണ്ട് എന്റെ വിഷയങ്ങൾ എന്റെ തന്നെ അല്ല തരുന്ന, ചിലപ്പോൾ കൈകാര്യം ചെയ്യും. ദൈവത്തിന്റെ സ്നേഹമാണ്. കാരണം നമ്മൾ ലോകം മൊത്തം ബന്ധുബലമുള്ള ആളുകളാണ് നമ്മളെന്ന് നിങ്ങൾക്കറിയോ? നമുക്ക് ഈ ടെക്സാസിൽ ആളുണ്ട്,
നമ്മൾ അറിയാത്ത ആളുകൾ ആഫ്രിക്കയിലുണ്ട്, നമ്മൾ അറിയാത്ത ആളുകൾ, അറിയാത്ത ഭാഷക്കാരുണ്ട്. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല യഥാർത്ഥ ബന്ധുക്കൾ, ചേട്ടനിയന്മാർ നിൽക്കുന്നായി. ഈ സമയമാകുമ്പോൾ ദൈവം ഒരു രാത്രി 10 മണിക്ക് 12:30-ക്കൊക്കെ തട്ടി ഒരുത്തിനെ എണീപ്പിച്ചിട്ട് പറയും, എന്റെ മകൻ അവിടെ വിഷമിച്ചിരിക്കുക, നീ പ്രാർത്ഥിക്കുക. നീ എണീക്ക്. ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് എണീക്കുന്നവരില്ലേ? നമ്മൾ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ എന്തിനാ പ്രാർത്ഥിക്കും നമുക്കും അറിയില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ കൺട്രോൾ മുഴുവൻ ആത്മാവേറ്റെടുക്കും. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ആ പക്ഷവാത പ്രാർത്ഥന നടന്ന് അതിന്റെ തീവ്രതയിലേക്ക് എത്തി മണിക്കൂറുകൾ പോയി കഴിയുമ്പോൾ നമുക്കൊരു റിലീഫ്. എന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു, ദൂരങ്ങളിൽ എനിക്ക് അറിയാത്തവന്റെ വിഷയവും പരിഹരിക്കപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് ഒരു കാര്യസ്ഥൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ കാര്യസ്ഥന പരിശുദ്ധാത്മാവ്. ട്രിനിറ്റി പഠിക്കുന്നത് അക്കാഡമിക് ആവശ്യത്തിനല്ല ബ്രദറെ, മറിച്ച് ട്രിനിറ്റി ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കണം. ഇമ്പിരിക്കലായ ഒരു മിസ്റ്റിക്കലായ ദൈവമായുള്ള ഹൃദയബന്ധത്തിന്റെ ഭാഗമായി എൻജോയ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മുടെ പാട്ടിൽ ദൈവപിതാവിനെ കുറിച്ച് പാടണം, ദൈവപുത്രനെ കുറിച്ച് പാടണം, ദൈവപരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടണം. ഓരോരുത്തർക്കും അതതിന്റെ ഡ്യൂട്ടിയുണ്ട്. ദൈവപരിശുദ്ധാത്മാവിൽ നമ്മൾ ദൈവപുത്രനിലൂടെ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാനാണ് വ്യവസ്ഥ. ഒരു തെറ്റും അതിലില്ല, അതാണ് കറക്റ്റ്. എന്നാൽ നമ്മൾ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാലും തെറ്റല്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലും തെറ്റല്ല. കാരണം നമുക്ക് ദൈവമാണ്. പക്ഷെ പ്രാർത്ഥനയുടെ ശരിയായ ചിട്ട എന്ന് പറയുന്നത് ദൈവപരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവപുത്രൻ മുഖാന്തരം ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുക. അതതിന്റെ ചിട്ട. പ്രാർത്ഥിക്കുന്ന വഴിക്ക് ദൈവാത്മാവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ കേസൊന്നും എടുക്കുകയല്ല, ഒരു കുഴപ്പവും അതിനൊന്നുമില്ല. പക്ഷെ ചിട്ട, അതിന്റെ ചിട്ട കൃത്യമായ രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഒരാളുടെ പ്രാർത്ഥന ദൈവാത്മാവിൽ ദൈവപുത്രൻ മുഖാന്തരം യേശുവിന്റെ നാമത്തിൽ ദൈവപിതാവിനോടാണ്. അങ്ങനെ പറയുന്നത്. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ വീണ്ടും എത്ര അധികം കൊടുക്കുമെന്ന് തിരുവെഴുത്ത് പറയുക. അപ്പൊ തൃത്വം പഠിക്കുന്ന എന്തിനാ സഹോദരങ്ങളെ? ദൈവപിതാവ് ആരാണ്, ദൈവപുത്രൻ ആരാണ്, ദൈവപരിശുദ്ധാത്മാവ് ആരാണ്. ഞാൻ നിർത്താറായി എന്ന് എനിക്ക് തോന്നുന്നു. വിവരം അറിയിച്ചേക്കണം. എന്നിട്ട് ഈ കന്നിനെ വെള്ളം കാണിക്കരുന്നൊരു പഴമൊഴിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ തുമ്മലൊക്കെ മാറി, ചുമയൊക്കെ മാറി, നല്ല കണ്ടീഷനായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഈ തുടക്കത്തിലുള്ള ഈ പ്രശ്നം, പിന്നെ എത്ര നേരം നിന്നാലും പ്രശ്നമില്ല. അപ്പോ നമുക്ക് പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് വരാം. നമുക്ക് കൂടുതൽ എനിക്ക് ഇതിനകത്തൊരു ആത്മഭാരം ഉള്ളത് നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്കൊക്കെ എത്തിപ്പിടിക്കാനാവാത്തൊരു ലോകത്തിലേക്ക് നിങ്ങൾ ചെന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഒത്തിരി ഗുണങ്ങൾ ഈ പുതുലോകത്തുണ്ടെന്ന് കരുതുന്ന ഒരാളാണ്. ഒത്തിരി ഗുണങ്ങൾ ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാനാവാത്തൊരു കാലം. ഒരുപക്ഷെ നമ്മുടെ സീനിയർ ദിവാസന്മാരുണ്ട്, അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലം. അതിലേക്ക് നമ്മുടെ കൊച്ചുമക്കളും മക്കളും ഒക്കെ എത്തിച്ചേർന്നു. പക്ഷെ ഒരു കാര്യം, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തികമായ ഓഹരിയൊന്നും അപ്പന്റെ പക്കൽ കാണൂല. നിങ്ങളുടെ കൂട്ടുകാർ വരുന്ന പോലെയൊക്കെ ഉള്ള ഒരു സമ്പന്നമായ പശ്ചാത്തലം അല്ലായിരിക്കും. നിങ്ങൾ വീതം വെച്ച് തന്നപ്പോഴൊക്കെ അത് കുറഞ്ഞു പോയി കാണും. ഒരുപക്ഷെ അപ്പൻ്റെ ഒന്നും കാണൂല. പക്ഷെ അപ്പൻ നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് യേശുവിനെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലാണ്. അതെങ്ങും പോയി കളയാതെ പോകണം നമ്മൾ. ഇന്നത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ ഏതെങ്കിലും ഹൈദരാബാദിലോ ഒക്കെ ഒരു പഠനത്തിന് ചെല്ലുന്ന വേളയിൽ ഇവരെ പലപ്പോഴും അന്യമതസ്ഥരായ ആളുകൾ വന്നിട്ട് ചോദ്യങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കും. അതായത് ക്രൈസ്തവരാന്ന് അറിഞ്ഞുകൊണ്ട് ബൈബിളിലെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ച് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കും വിശ്വാസമാണ്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഈ കുട്ടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്, യേശു ആരാ? അപ്പൊ നമ്മൾ പറയും ഞങ്ങളുടെ കർത്താവാണ്, ഞങ്ങളുടെ യേശു ദൈവമാണോ? അപ്പോൾ നമ്മൾ ആകുന്നു യേശു ദൈവമാണെന്ന് യേശു എവിടെങ്കിലും പറഞ്ഞിട്ട്? അപ്പൊ പറയുണ്ട്. അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കും ദൈവപുത്രൻ എന്ന് പറയുന്ന ഭാഗം എടുത്തു കൊടുക്കും, പറയും അത് ദൈവപുത്രൻ, ആദാമും ദൈവപുത്രൻ, നമ്മളെല്ലാം ദൈവപുത്രൻ. പക്ഷെ യേശു ദൈവമാണെന്ന് യേശു എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. അപ്പൊ ഈ കുട്ടി ആദ്യമായിട്ടാണ് ഈ ചോദ്യം കേൾക്കുന്നത്. അങ്ങനെ ബൈബിളിലൊക്കെ പരതിയിട്ട് കാണുന്നില്ല. കാണാതിരിക്കും അദ്ദേഹം പറയും യേശു നല്ലൊരു പ്രവാചകനാണ്, ഉലകം കണ്ടതിലെ മഹാനായ മനുഷ്യനാണ്, യേശുവിന്റെ പേര് ഞങ്ങൾ ഉദ്ധരിക്കുമ്പോഴേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയും. പക്ഷെ യേശു ഒരാളെ വിളിച്ചു ദൈവമേ, അതാണ് ദൈവം, അതുകൊണ്ട് യേശു ദൈവമല്ല. ഇങ്ങനെ ഇട്ട് ചിന്താക്കുഴപ്പം ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ തട്ടമൊക്കെ ഇട്ട് മറ്റൊരു രൂപത്തിൽ കൊണ്ടുപോയിട്ട് അവസാനം അവരുടെ ജീവിതം നശിക്കുന്ന ഒത്തിരി കഥകൾ, ഒത്തിരി കാഴ്ചകൾ. ഞങ്ങളൊക്കെ അപകടം പിടിച്ച ഒരു സംവാദ മേഖലയിലേക്ക് ചെന്നുവിടാൻ കാരണം അതാണ് പ്രിയപ്പെട്ടവരെ. അപകടം പിടിച്ച ഒരു സംവാദ മേഖല, നിങ്ങൾക്കറിയാമല്ലോ, പ്രാണം കളയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഇത് ഇരട്ടച്ചങ്കുള്ളതുകൊണ്ടല്ല നിൽക്കുന്നത്, പിന്നെന്താന്ന് അറിയണ്ടേ? ഇത്തരം ചില ആത്മഭാരങ്ങൾ, ചില കാഴ്ചകൾ, ഒരമ്മച്ചിയുടെ കണ്ണീരെന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുക. ആ ഭീകരതയാണെന്ന് പറയാം. എന്റെ വീടിനടുത്ത് ജസ്ന എന്നൊരു പെൺകുട്ടി നഷ്ടപ്പെട്ടു പോയത്, അപ്പൻ, ഇവരൊക്കെ അനുഭവിക്കുന്ന വ്യതകളുണ്ട്.
ഈ കുട്ടികൾ ഒരുപക്ഷെ കുറെ കഴിഞ്ഞിട്ട് 10, 80, 90 വയസ്സുള്ള ഒരു വൃദ്ധന്റെ ഭാര്യയായി മാറുകയാണ്. ഈ ചെറുപ്പക്കാരനെ സ്നേഹിച്ചു കൊണ്ടുപോയിട്ട് അവളെ ഉപേക്ഷിച്ചാക്കുന്നത് മറ്റൊരുവന്റെ കൂടെയാണ്. ഒറ്റ തലാക്കിൽ തീർന്നു പോകുന്ന ബന്ധമാണ്. ആ രൂപത്തില് തലാക്ക് ചൊല്ലി വിടുക. മുത്തലാക്കാണ് നിരോധിച്ചത്. തലാക്ക് ഇപ്പോഴും കിടക്കുകയാണ്. ഇത് പലർക്കും അറിയില്ല. അപ്പോ ഇങ്ങനെയൊക്കെ കൊണ്ട് കളയാണ്. അവളല്ലെങ്കിൽ വിദേശത്ത്, ഗൾഫ് രാജ്യത്ത് ഒരു അടിമ പണിയായിട്ട് ഒക്കെ തീരുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഏതായാലും നമുക്ക് എന്ത് ആപത്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ തിരുവെഴുത്തിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് അടിയുറച്ചുണ്ടാകണം. ഞാൻ നിങ്ങളെ തന്നെയാണ് എയിം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയട്ടെ ഒരു കാര്യം. ഇപ്പോ നമുക്കറിയാം ലോകത്ത് ഒത്തിരി നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ വന്നു. ഈ പ്രമാണങ്ങളിൽ പലതിനും ഭേദഗതി വരുത്തേണ്ട ആവശ്യമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. നമ്മുടെ തിരുവെഴുത്തിന്റെ ഗുണം എന്താ തന്നെ? അത് പുതുനിയമമാണ്. പഴയ നിയമം ഹിസ്റ്റോറിക്കലാണ്. അതിനെ അങ്ങനെ കാണാവൂ. ഇവരൊക്കെ പെട്ടെന്ന് നമ്മളെ പഴയ നിയമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവരെ പുതുനിയമത്തിൽ പിടിച്ചു നിർത്തണം. ഇങ്ങനെ ചോദിക്കണം. അതായത് നിങ്ങൾക്കെന്ന് അറിയാൻ വേണ്ടിയാണ്, സിലബസുമായിട്ട് വലിയ ബന്ധം. ഈ നമ്മുടെ ഞാൻ ഇസ്ലാമിക സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. അപ്പൊ എന്നെ ഒരുത്തം കൊല്ലുമെന്നും തല്ലുമെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി തല വെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിൽ കുറഞ്ഞ ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് കഴിവുള്ള ആളുകൾ തന്നെയാ. നിങ്ങൾ ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചത്ത് വന്നവരാണ്. ഞങ്ങൾക്ക് ആ കഴിവുണ്ട് മരിക്കാൻ. ഗ്രഹാം സെയിൽസ് ഒക്കെ മരിച്ചുപോയ കഥകളും ഒക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവസാനം ഈ പുള്ളിക്ക് ഒരു മനസ്താപം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ചൂടായി സംസാരിക്കില്ല. സംസാരിച്ചെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് പരലോകം കിട്ടും. പരലോകം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങൾക്ക് പരലോകം വേണം. അതിനുവേണ്ടിയാണ്. പരലോകം നിങ്ങൾക്ക് കിട്ടാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ തട്ടിക്കളഞ്ഞാല് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ പരലോകം കിട്ടുന്നു. അതായത് എന്നെ ഒരുത്തൻ ഈ ഇരിപ്പി കൊന്നു കളഞ്ഞാല് അവനും കിട്ടും പരലോകം, എനിക്കും കിട്ടും പരലോകം. പരലോകത്ത് എന്തൊക്കെ കിട്ടും അറിയണ്ടേ? മദ്യം ഒഴുകുന്ന നദികളാണ്. അതുപോലെ 72 ഹൂറിമാരാണ്, സുന്ദരിമാരായ 72 ഭാര്യമാരെ ഒക്കെ നമുക്ക് അവിടെ കിട്ടും. ഞാൻ പറഞ്ഞു, സഹോദര, എന്റെ കോട്ടായിട്ട് ഇന്നേരെ എടുത്തോ. എന്റെ ആ കള്ളിന്റെ കോട്ടായില്ലേ, അതുകൂടെ ബ്രദർ എടുത്തോ. 72 പേരെയും ബ്രദർ എടുത്തോ. ഞാനിവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ഒരു ഭാര്യയും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അതാ സത്യം. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒരു ഭാര്യയും കൊണ്ട് ജീവിക്കാൻ എന്തൊരു പാടാ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നൊന്നും പറയണ്ട. മനുഷ്യന്റെ ഏക്കല് വീഡിയോ നമ്മൾ അനുഭവിക്കുന്നൊന്നും പറയണ്ട. ഞാൻ കാണുന്നുണ്ട് ചില ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുടുംബരഹസ്യം എല്ലാം എനിക്ക് പിടികിട്ടുന്നുണ്ട്. പ്രവാചകൻ അല്ലെങ്കിൽ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ച് പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, ഞങ്ങൾക്ക് ഇവിടെ ഈ ജീവിതം തന്നെ, ഞങ്ങൾ ഈ സ്വർഗത്തിൽ പോകുന്നു. ഒന്നുകൂടെ ഞാനങ്ങ് അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ സത്യത്തിൽ ഈ സ്വർഗത്തിൽ പോകുന്ന തങ്കത്തൊരു വീതി ഉള്ളതോ, അവിടെ ഏതാണ്ട് നല്ല ഫുഡ് കിട്ടുമെന്നോ ഇതൊന്നും ആയിരിക്കരുത് കേട്ടോ. അവിടെ പറയാം, തങ്കത്തൊരു വീതി, ഒത്തിരി കിരീടം, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. കിരീടം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. എനിക്ക് ശരിക്കും അവിടെ പോയിട്ട് ഈ മോഡറേഷൻ കിട്ടി അങ്ങ് ചെന്നാലും മതി എന്നൊരു ആഗ്രഹക്കാരനാണ് കേട്ടോ. മോഡറേഷൻ കിട്ടി, ഒരു മാർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടി നമ്മൾ അങ്ങ് ചെന്നാൽ മതി. എന്തിനാ സ്വർഗത്തിൽ ചെല്ലുന്നറിയണ്ടേ? തങ്കത്തൊരു വീതി വഴി നടക്കാനോ, ഒത്തിരി കിരീടം വെച്ചല്ലേ നടക്കാനോ ഒന്നുമല്ല. സ്വർഗത്തിൽ എന്തിനാ പോകുന്നതെന്ന് ഒറ്റവാക്കി പറയാം. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശു അവിടെ ഉണ്ടെന്നുള്ളതാണ്. വേറൊരു കാര്യമല്ല. അല്ലെ, സ്വർഗത്തിൽ എന്താണെന്ന് സവിശേഷത? തങ്കത്തൊരു വീതിയാണോ സ്വർഗത്തിന്റെ പ്രത്യേകത? മനോഹരമാളി, അതൊക്കെ കിട്ടട്ടെ. അതൊക്കെ കിട്ടിയാൽ അതല്ല സന്തോഷം. എന്റെ യേശു അവിടെയുണ്ട്. അതാ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും. നമുക്ക് നമ്മുടെ കർത്താവിനെ ആഗ്രഹിക്കാം. അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. വിവാഹം കഴിച്ച സഹോദരന്മാരില്ലേ, നമ്മളൊക്കെ വിദേശത്തൊക്കെ പോലോ, മറ്റു പല സ്ഥലങ്ങളിൽ പോലോ, ജോലിക്ക് പോലോ, വിസിറ്റിങ്ങിന് പോലോ, ഗൾഫിലും ഒക്കെ പോയിട്ട് നമ്മൾ വരുമ്പോ ഈ പണ്ടത്തെ കാലം എടുക്കാം. ഇന്നല്ലേ നമ്മൾക്ക് ടെക്നോളജി വഴിയായിട്ടുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിയത്. പണ്ട് അങ്ങനൊന്നും ഇല്ല. കപ്പലിലൊക്കെ കയറി ഗൾഫിൽ പോകുന്ന ഒരു കാലമില്ലേ? 2 മാസം 3 മാസം കൊണ്ടൊക്കെ പോയിട്ട് ഒട്ടകത്തെ കുളിപ്പിക്കുന്നൊക്കെ ഒരു കാലമില്ലേ? പണ്ട് കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ചൊരു കാലമില്ലേ? അങ്ങനെ ശേഖരിച്ചു വെച്ച പണം അയച്ചയച്ച് വീട്ടിൽ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്ക് വീട് സാധാരണ വീടുകളിൽ നിന്നൊക്കെ ഒന്ന് ഡെവലപ്പായി. ഞാൻ ഇന്നും ഗൾഫിൽ പോയിട്ടൊരുത്തൻ വീട് വെച്ച കണ്ടാൽ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. അതിന്റെ കാരണം അവിടെ ചെന്ന് ഒരു ദിവസം കഴിയുന്നവന്റെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ നാട്ടിൽ നല്ലൊരു വീട്ടിൽ പാർക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്തരം വീടുകൾ കാണുമ്പോൾ അനുഗ്രഹിക്കണം അവനെയും തോന്നിയിട്ടുണ്ട്. അത്രമാത്രം കഷ്ടപ്പാടിലാണ് അവിടെയൊക്കെ ആളുകൾ പോയിട്ട് നമ്മളെയൊക്കെ സഹായിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അന്ന് ഇങ്ങോട്ട് കത്തയക്കും, ഇവിടുന്ന് അങ്ങോട്ട് കത്തയക്കും, ഫോണൊന്നുമില്ല. അതാണ് കാര്യം. ഈ കത്തും അങ്ങനെയൊക്കെ കത്തയക്കുന്ന കാലത്ത് അപ്പന് ഷുഗറിന്റെ മരുന്ന് വേണം, അമ്മയ്ക്ക് പ്രഷറിന്റെ മരുന്ന് വേണം, ഇന്ന കാര്യങ്ങൾ വേണം, കുഞ്ഞിന് ഫീസ് വേണം. ഇങ്ങനെ ഫീസ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും എല്ലാവരും മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കാലമാണ്. യൂണിഫോം പോലും ഇല്ലാത്ത കാലത്താണ് നമ്മളൊക്കെ പഠിക്കുന്ന, ആവശ്യമില്ലാത്തൊരു കാലത്താണ്. പക്ഷെ എന്നാലും കഷ്ടപ്പാടാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ അവരുടെ ആവശ്യകതകൾ ഈ ഗൾഫിൽ കിടക്കുന്ന ആളിനെ എഴുതി അറിയിക്കും. ഓരോ ആവശ്യകത എഴുതി അറിയിക്കാത്ത ഒരാൾ ആ വീട്ടിലുണ്ട്. അത് അയാളുടെ ഭാര്യയാണ്, സ്നേഹമുള്ള ഭാര്യ. ഒരാവശ്യവും പറയുന്നില്ല. ദിവാസന്മാരെ, നമ്മളോടും ചിലപ്പോ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവര് ആവശ്യമുണ്ടായിട്ടും മിണ്ടാതിരിക്കുന്ന എത്ര അവസ്ഥകളുണ്ട്. കാരണം നമ്മുടെ പോക്കറ്റിന്റെ ശക്തി അവർക്കറിയാം, അതിന്റെ ദൗർബല്യം അവർക്കറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന, പറയാതിരിക്കുന്ന എത്ര കാര്യങ്ങളുണ്ട്.
സർവോപരി അവര് ഇഷ്ടപ്പെട്ടത് ആ പോക്കറ്റിലെ പണത്തെ അല്ല, നമ്മെ ആയിരുന്നു. അതുകൊണ്ടാണ്. ഇതുപോലെ നാൾക്ക് ശേഷം ഒരു ദിവസം ഈ പ്രിയപ്പെട്ടവൻ വരുമ്പോ ഇളയ കുഞ്ഞിന് വലിയൊരു സന്തോഷം. പപ്പ പറഞ്ഞ പോലെ എനിക്ക് സൈക്കിൾ മേടിച്ചു തരും. ആ മൂത്ത കൊച്ചിനൊരു സന്തോഷം, അവൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരും. അപ്പനൊരു സന്തോഷം, അമ്മയ്ക്ക് വലിയ താല്പര്യം, അവിടെയുള്ള സകല ആൾക്ക് വലിയ ആനന്ദം. ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത്. ഒരാവശ്യവും പറയാത്ത ഒരാളെ ആ വീട്ടിലുള്ളൂ. ആ സഹോദരി ഉണ്ട് അവിടെ, അവന്റെ ഭാര്യ, അവന്റെ ഹൃദയം അറിഞ്ഞ ആള്. ഇവർ ഒരുമിച്ച് ആ എയർപോർട്ടിൽ കണ്ടുമുട്ടുമ്പോ ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താ, ആവശ്യം എന്താ? പക്ഷെ ഈ കാന്തൻ വെറും കൈയോടല്ല വന്നിരിക്കുന്നത്. ആ പെട്ടിക്കുള്ളിലെ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് അവൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് അവൻ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ സ്ത്രീ ആ ഗിഫ്റ്റ് അങ്ങ് മാറ്റി വെച്ചിട്ട് പറയും, ഈ പൈസ ഇല്ലാത്തടത്ത് ഇതൊക്കെ എന്തിനാ വാങ്ങിയത്? ഞാൻ ഇതൊന്നും അല്ല ആഗ്രഹിച്ചത്, ഞാൻ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. നമുക്ക് ഗിഫ്റ്റുകളെ ഒക്കെ മറക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് കിട്ടിയൊക്കെ നല്ലതാണ് പ്രിയപ്പെട്ടവരെ, അതിനെയൊക്കെ മറക്കാം. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഗിഫ്റ്റ് ബട്ട് ഫോർ ദ ഗിവർ. നിങ്ങൾ ആ ദാതാവിനെ കാത്തിരിക്കണം, നല്ല ദാനങ്ങളെ തരുന്നവനെ കാത്തിരിക്കണം. ഈ പ്രണയമാണ് നമുക്ക് യേശുവിനോട് ഉണ്ടാകുന്നത്. യേശുവിനോടുള്ള പ്രണയം, അഗാധമായ പ്രേമം, അഗാധമായ സ്നേഹം. ആ സ്നേഹത്തിനാണ് നമ്മൾ ഈ വെബിനാറിൽ വന്നിരിക്കുന്നത്. ആ സ്നേഹം പങ്കിടാൻ കിട്ടുന്ന അനുഭവമാണ് ആരാധന. അതിനുള്ള ഇടമാണ് പ്രാർത്ഥന. അതിനുള്ള ഇടമാണ് ഈ ത്രിയേക ദൈവത്തിന്റെ മഹത്വം ആസ്വദിക്കാൻ കഴിയുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുമ്പോ ഒന്ന് ഉറപ്പിച്ചു പോകണം, ഞാൻ നൃത്തത്തെ കുറിച്ചൊരു ക്ലാസ് അതിന്റെ അക്കാഡമിക് ലെവലിൽ പഠിക്കാൻ വേണ്ടിയല്ല വന്നത്. കുറെ കാര്യമൊക്കെ എഴുതി, പക്ഷെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പിതാവിൽ, പുത്രനിൽ, പരിശുദ്ധാത്മാവിൽ ഞാനും എന്നിൽ ദൈവം അർപ്പിച്ച ഒരു ബന്ധത്തിന്റെ പാരസ്പര്യമുണ്ട്. അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മസമർപ്പണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പഠനം വഴി നമ്മൾ സ്വായത്തമാക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും PIP കുഞ്ഞുങ്ങളായതുകൊണ്ട്, സഹോദരങ്ങളായതുകൊണ്ട് അവരോട് തന്നെ പറയട്ടെ. ഞാൻ PIP എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു ക്ലാസ് എടുത്തു. പെനിയേലി വെച്ചായിരുന്നു, ആൾക്കപ്പുറത്ത്. ഞങ്ങളുടെ ജാക്കോ സാറൊക്കെ ഉണ്ട്, ആ സന്ദർഭത്തിലുണ്ട്. വലിയ വലിയ സന്തോഷം. അന്ന് 10-35 കുട്ടികൾ കർത്താവിന്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ഇവിടെ തൃത്വം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ ജോലി ഏതും ചെയ്യണം. ആ ജോലി ചെയ്യുന്നൊരു തെറ്റൊന്നുമല്ല. പാശ്ചാത്യരൊക്കെ അങ്ങനെയാണ് വില്യം കേറിയൊക്കെ സുവിശേഷ വേല ചെയ്തത്. കൺസെപ്റ്റ് ഒക്കെ ഏറെ മാറിയിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ നിന്ന് ആ ഫുൾ ടൈം മിനിസ്ട്രി എന്ന ആശയത്തിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്യുന്നവരാകട്ടെ, നിങ്ങൾ ഏത് മണ്ഡലത്തിലുമാകട്ടെ, പക്ഷേ നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം. നിങ്ങൾക്ക് ഫുൾ ടൈം വിളിക്ക് കോൾ ഉണ്ടാകുമ്പോൾ ജോലി ഉപേക്ഷിച്ചാൽ മതി. പക്ഷേ പ്രധാനം, ഞാൻ എന്റെ യേശുവിനെ പ്രസംഗിക്കണം. എനിക്ക് എന്റെ യേശുവിനെ പങ്കിടാൻ കിട്ടുന്ന ഒരവസരം കളയരുത്, ജോലിയോടുകൂടെയോ അല്ലാതെയോ. ഇനി ജോലിക്ക് വേണ്ടി നിയോഗമുള്ള ആളുകൾ ഉണ്ടാകും, നിങ്ങളൊന്നും ഉറപ്പിച്ചേ പോകാവൂ. ഞാൻ ഉപദേശം സ്ഥാപിച്ച് സത്യവചനത്തിന് വേണ്ടി യഥാർത്ഥമായി നിലകൊള്ളുന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെ പന്താവിലൂടെ യാത്ര ചെയ്യും. ഈ ബോധ്യം നമ്മളെല്ലാം ഭരിക്കട്ടെ. ഒപ്പം വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ സഹോദരങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മളിപ്പോ നമ്മുടെ മുതിർന്നവരൊരു പ്രശ്നം പറയാം. മുതിർന്നവരായിട്ടുള്ള ആളുകൾ ഇവരെപ്പോഴും ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ മോനെ, ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രധാനമെടുക്കുന്നത് സാമ്പത്തിക സുരക്ഷയാണ്. സാമ്പത്തിക സുരക്ഷ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളുടെ മോൾക്ക് അത്യാവശ്യം ഒരു കുടുംബം പുലർത്താൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, ഒന്നിൽ അവൾ BSc നേഴ്സ് ആകും, അല്ലെങ്കിൽ മെഡിസിൻ പഠിച്ചു കാണും, അല്ലെങ്കിൽ BTech കഴിഞ്ഞ് കാണും. ഇങ്ങനെയൊക്കെ ഉള്ള മേഖലയിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായി നിലനിൽക്കാൻ വേണ്ട സുരക്ഷിതത്വമൊക്കെ തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നാം സ്ഥാനം ഈ കുഞ്ഞിന്റെ നിത്യതയെ പരിഗണിച്ചാണോ നിങ്ങൾ വിവാഹം ആലോചിക്കുന്നത്? ഒന്നാം സ്ഥാനം അവിടെ അല്ലെങ്കിൽ, ചിലർ ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു, മോൻ എവിടെയാണ്? അവൻ ദുബൈയിലാണ്, അല്ലെ ടെക്സാസിലാണ്, ഡാളസിലാണ്. കേൾക്കുന്നതും പറയും രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും. രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ഈ കുഞ്ഞ് അനുഭവിക്കാണ്ടിരിക്കുന്ന വ്യത സമ്പത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തു പോകുമ്പോൾ അവന് രക്ഷാനുഭവമുള്ളവനായിരിക്കണമെന്നുള്ള ചിന്ത, അവൻ ആത്മീയനായിരിക്കണമെന്നുള്ള ചിന്ത, അവൻ ദൈവമകനായിരിക്കണമെന്നുള്ള ചിന്ത. ഇവിടിക്കുന്ന ഏത് കൊച്ചുകുട്ടിയും ഏത് മക്കളും പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്കൊരു പാർട്ണറെ വേണമെന്നുള്ള ഒരു പ്രായം എത്തുമ്പോൾ അവൻ തൃത്വം വിശ്വസിക്കുന്ന, ദൈവപരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്ന, ദൈവപിതാവിനെ വിശ്വസിക്കുന്ന, ദൈവപുത്രനെ വിശ്വസിക്കുന്ന, വീണ്ടും ജനന അനുഭവമുള്ള, ആ അനുഭവക്കാരുടെ കൂട്ടായ്മ ആചരിക്കുന്ന ഒരുവനായിരിക്കണം എന്നുള്ള ഉറച്ച ബോധം ഇന്നു മുതൽ മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥിക്കാത്തത്. ഏതായാലും ഞാൻ പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില സൂചനകൾ, ചില വസ്തുതകൾ പറഞ്ഞു. ഇനി നമുക്ക് അല്പം കൂടെ ഒന്ന് തിയറി പഠിച്ചു പോകാം. അതുകൂടെ ആവശ്യമാണ്. മുഷിയുന്നുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞേക്കണം. സ്വന്തം. അപ്പോൾ പിതാവിനെ കുറിച്ച്, പുത്രനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വലിയ മർമ്മ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. യേശു എപ്പോഴെങ്കിലും ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. യേശു എപ്പോഴും ദൈവമാണെന്ന് പറഞ്ഞു. അതിന് ആദ്യം യേശു എന്നുള്ള പദം പഠിച്ചാൽ എന്താ യേശു എന്ന് പറഞ്ഞാൽ? നമ്മളെല്ലാം യേശുവിന്റെ പേര് തെറ്റിച്ചാ പറയുന്നത്. ആരെങ്കിലും ശരിയായി പറയുന്നത് നമ്മുടെ വീട്ടിലെ നാക്ക് തിരിയാത്തൊരു കുഞ്ഞാണ് സത്യത്തിൽ ശരിയായിട്ട് ഈ പ്രൊനൗൺസിയേഷൻ യേശുവിന്റെ പേര് വിളിക്കുന്നത്. 3-2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞു വീട്ടിൽ അത് കറക്റ്റ് വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യേശു. അങ്ങനെയാ വിളിക്കുന്നത്. യേശു എന്നാ വിളിക്കുന്നത്.
ശരിയായ പ്രയോഗം യഹോഷ്വ. യഹോഷ്വ എന്നാ വിളിക്കുന്നത്. യഹോഷ്വ. എന്താ യഹോഷ്വ? അതിൽ നിന്ന് ജോഷ്വ എന്ന പദമൊക്കെ ഉണ്ടായിരുന്നു. ജോഷ്വ, യഹോഷ്വ. എന്താ യഹോഷ്വ? യാഹ്വേ യാഷ്വ, അത് ചേരുന്നതാണ് യഹോഷ്വ. യാഹ്വേ അത് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ യാഹ്വേ പ്ലസ് യാഷ്വ. യാഹ്വേ യാഷ്വ മീൻസ് യഹോഷ്വ. ആ യഹോഷ്വയാണ് സത്യത്തിൽ യേശു എന്ന് മലയാളത്തിൽ കിടക്കുന്നത്. ജീസസ് എന്നുള്ളതല്ല അത്ര ശരി, മറിച്ച് യഹോഷ്വ. എപ്പോഴും ഓർക്കണം, ബൈബിളിലെ പേരുകളോട് നീതി പുലർത്തിയത്, ഏകദേശം നീതി പുലർത്തിയത് മലയാളം ബൈബിളാണ്, ഇംഗ്ലീഷ് അല്ല. അറിയോ? മത്തായി ആണ് ശരി, മാത്യു അല്ല. മാർക്കോസ് ആണ് ശരി, മാർക്കല്ല. യേശു തന്റെ ശിഷ്യനെ വിളിച്ചത് യുഹാന എന്നായിരുന്നു. ആ യുഹാനെ നമ്മൾ വിളിക്കുന്നത് യോഹന്നാൻ എന്നാണ്. അതുമായിട്ട് ഒരു ബന്ധമില്ലാതാണ് സായിപ്പ് വിളിക്കുന്നത് ജോൺ. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, ചില ആളുകൾ നല്ല ആത്മശക്തി വന്നു കഴിയുമ്പോഴേക്ക് യേശുവിനെ വിളിക്കുന്നത് ഓ ജീസസ് എന്നാണ്. ഓ ജീസസ്. ഈ റാന്നിക്കാരുണ്ടെങ്കിൽ, റാന്നിയിലുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെ കേൾക്കാം. ഈ റാന്നി സ്റ്റാൻഡിൽ എപ്പോ നിന്നാലും കേൾക്കാം ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണമെന്ന്. എപ്പോ നിന്നാലും കേൾക്കാം. ഒന്നാമത് ജീസസ് എന്ന് പേരിട്ടിട്ട് നേരത്തെ കാലത്തെ ചെല്ലത്തിൽ, നേരത്തെ കാലത്തെ പോകത്തില്ല. നിങ്ങൾ റാന്നിയിലൊന്നും നിൽക്കുക, ആ റാന്നിയിലാ കൂടുതൽ കേട്ടേക്കുന്നത്. ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണം എന്നും കേൾക്കും. ഞാൻ റാന്നി കോളേജിൽ ഈ പറഞ്ഞ പോലൊക്കെ പഠിക്കാം. നമ്മുടെ പ്രിൻസും ഞാനും ഒക്കെ ഒന്നിച്ച് പഠിക്കാം. പ്രിൻസ് പേര് വിളിക്കുക തെറ്റിദ്ധരിക്കല്ലേ, കൂട്ടുകാരായോണ്ടാ ഈ പവർ വിഷനിലുള്ള. അപ്പോ അവിടെ വന്ന് നിൽക്കും. അവിടെ ഇങ്ങനെ നിൽക്കും, വണ്ടി കാത്ത് നിൽക്കുമ്പോഴേക്ക് കേൾക്കാവുന്ന ഒരു സാധനമാണ് എന്നാ ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണം എന്നും. ഇത് കേട്ട് കേട്ട് മടുക്കുക. അപ്പൊ ജീസസ് എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ഒരേ സ്റ്റാൻഡ് വിട്ട് പോകണം എന്ന് പറയാറ്. കാരണം ശരി പ്രയോഗം യഹോഷ്വ എന്നാണ്. യഹോഷ്വ, യാഹ്വേ യാഷ്വ. ആരാണ് യാഹ്വേ യാഷ്വ? യഹോവ രക്ഷിക്കുന്നു എന്നാ പദത്തിന്റെ അർത്ഥം. യാഹ്വേ യാഷ്വ, യാഹ്വേ സേവ്സ് എന്നർത്ഥം. സേവ്സ്, രക്ഷിക്കുക. യാഹ്വേ യാഷ്വ. ആരാണ് ഹോളി സ്പിരിറ്റ്? യാഹ്വേ റൂഹ. യാഹ്വേയുടെ റൂഹയാണ്, യഹോവയുടെ ആത്മാവാണ് യാഹ്വേ റൂഹ. ദൈവപിതാവിനെ കുറിച്ച് ആരും തർക്കം ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോ ദൈവപിതാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, ദൈവപുത്രനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്, ദൈവപരിശുദ്ധാത്മാവിനെ യഹോവ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി യഹോവ എന്ന് വിളിച്ചത് മൂന്നുപേരെയും വിളിച്ചിട്ടുണ്ട്, വേറിട്ടും വിളിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കും വിളിച്ചിട്ടുണ്ട്, കോമൺ ആയിട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. തൃത്വം വിശ്വസിക്കുന്നവനെ അതൊക്കെ ശരിക്കും മനസ്സിലാകത്തുള്ളൂ എന്നുള്ള സത്യം. അപ്പൊ സത്യത്തിൽ ആലോചിക്കുക, തൃത്വം തന്നെ എളുപ്പം. വണ്ടസുകാർ പറഞ്ഞതിനേക്കാളൊക്കെ തൃത്വം എളുപ്പം. ഈ കൂടെ നമുക്ക് ഈ അരിയൂസിനെ കുറിച്ചൊന്ന് പറയാം. ദിവാസന ആദി സഭാചരിത്രം ഒന്ന് സൂചിപ്പിച്ചല്ലോ. ഈ വേദവിപരീതയായ അരിയൂസ് നല്ലൊരു പ്രഭാഷകനായി. അയാള് തൃത്വത്തിനെതിരെ ആദ്യം പ്രമേയം കൊണ്ടുവരിക. അപ്പൊ അതാണ് അത്താനാസ്യൂസിന്റെ കാലത്ത് തെറ്റിപ്പോവാണ്. 321 ആ കാലഘട്ടമാണ്. അന്നാണ് നിക്യാസുന്നൗദോസ്, നമുക്കറിയാം. അപ്പോ നിക്യാസുന്നൗദോസിലാണ് ഈ ചർച്ച വരുന്നത്. അതുകൊണ്ട് ആള് പറയാണ്ട് നിക്യാസുന്നൗദോസിൽ ഉണ്ടായതാണ് തൃത്വം. അല്ലല്ല. കാരണം നിക്യാസുന്നൗദോസിന് മുമ്പേ തൃത്വം ഉള്ളത് കൊണ്ട് ആ തൃത്വം തെറ്റാന്ന് പറഞ്ഞതിന് പ്രമേയം അവതരിപ്പിച്ചത് അരിയൂസ്. അതിന് മുമ്പേ അതുള്ളതാണ്. അപ്പോ നിക്യാസുന്നൗദോസ് ആണ് അതിനൊരു സ്ഥിരീകരണം കൊടുത്തെന്നുള്ളൂ. നിക്യാസുന്നൗദോസ് ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. അത് വേറൊരു സത്യം. അതിന്റെ ഒരു കാര്യമുണ്ട്. അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോ ഈ കോൺസ്റ്റന്റൈന്റെ സഹോദരി ഈ അരിയൂസിന്റെ പക്ഷം ചേർന്നിട്ട് കോൺസ്റ്റന്റൈൻസിനെ മറിച്ചിട്ട് വീണ്ടും വണ്ണസുകാരുണ്ട്, അല്ലെങ്കിൽ ഈ യൂണിറ്റേറിയൻ ചിന്ത കയറി വന്നു. യേശു സൃഷ്ടിയാണെന്ന വാദം വന്നു. അന്ന് അത്താനാസ്യൂസ് ഒറ്റപ്പെട്ടു. ഒറ്റയ്ക്ക് ഒരു വക്കീലിനെ പോലെ പ്രഭാഷണം നടത്തി ഈ വിഷയം വിജയിപ്പിച്ച, തൃത്വം സ്ഥാപിച്ച് പ്രസംഗിച്ച് തെളിയിച്ച അത്താനാസ്യൂസിനെ നാട് കടത്തി എന്നുള്ളതാണ്. ഈ ഉപദേശം പറഞ്ഞതിന്റെ പേരിൽ നാട് കടത്തി അകലങ്ങളിൽ കൊണ്ട് ഒരു ഏകാന്ത തടവറയിലിട്ടു. ഇന്നത്തെ പോലല്ല ആ കാലം. കാരണം രാജാവ് പറഞ്ഞ എതിരെ പറയുന്നവന്റെ തല വെട്ടുന്ന കാലമാണ്. ആ കാലത്ത് തൃത്വം പറഞ്ഞതിന്റെ പേരിൽ കൊണ്ട് ദൂരെ കൊണ്ട് അദ്ദേഹത്തെ പാർപ്പിച്ചു. പക്ഷെ എന്തോ ഒരു കരുണ തോന്നിയിട്ട് തല വെട്ടിയില്ല. അതേ അവിടെ കഴിയാം. അങ്ങനെ കഴിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും തൃത്വ വിരോധികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. കാരണം അരിയൂസ് വലിയൊരു പ്രഭാഷകനായിരുന്നു. അതിനാൽ സ്വാധീനിക്കപ്പെട്ട ആള് മുമ്പോട്ട് വന്നു. ഒടുക്കം ഈ അത്താനാസ്യൂസിനെ രക്ഷപ്പെടാൻ ഒരു അവസരം കൊടുത്തു. എന്താ അവസരം എന്നറിയുന്നത്? നീ പറയണം ഈ തൃത്വം ഒന്നുമല്ല ശരി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അങ്ങനെയൊന്നുമല്ല ശരി, പുത്രൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് പറഞ്ഞാൽ നിനക്കെന്താ കുഴപ്പം? നിനക്കെല്ലാ സ്വീകാര്യതയും കിട്ടും. അല്ല, ഇദ്ദേഹത്തിന് ഈ സന്ദേശം പാഞ്ഞു എന്നപ്പോ അദ്ദേഹം പറഞ്ഞത് താല്പര്യമില്ല, മരിച്ചാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. രണ്ടാം ഘട്ടത്തെ സന്ദേശമായിട്ട് വന്നിട്ട് പറഞ്ഞു, അത്താനാസ്യൂസ് നിനക്ക് ലോകം മുഴുവൻ എതിരാണ്. അത്താനാസ്യൂസ്, ദ ഹോൾ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് യു. അത്താനാസ്യൂസിന്റെ മറുപടി വരണം. അത് ശരി, രസകരമാണ്. അത്താനാസ്യൂസ് മറുപടി പറഞ്ഞു, ടെൽ ദം the whole world is against me, I am also against the whole world. ലോകം മുഴുവൻ എനിക്കെതിരാണെങ്കിൽ ഞാൻ ലോകത്തിനും എതിരാണ് എന്ന് പറയാം. എന്നിട്ട് ഈ പദം ചെന്നിട്ട് സഭാചരിത്രത്തിലെ തങ്കലിപികളുടെ ഒരു പദമാണ് ദൂതൻ കൊണ്ട് കോൺസ്റ്റന്റൈന്റെ കാതിൽ കേൾപ്പിച്ചത്. ഓ കോൺസ്റ്റന്റൈൻ. അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്, ഓ കോൺസ്റ്റന്റൈൻ,
അത്താനാസ്യൂസ് കോൺട്രാ മുൻട്രം. ഈ ഒരു പ്രയോഗമാണ്. കോൺട്ര മീൻസ് കോൺട്രഡിക്ടറി ആണ്, മുൻട്രം മീൻസ് ദ ഹോൾ വേൾഡ് എന്നാണ്. അത്താനാസ്യൂസ് കോൺട്ര മുൻട്രം എന്നൊരു പ്രയോഗം ലാറ്റിനാണ്. അപ്പോ ഇത് സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ അരിയൂസ് വാദത്തെ പിന്തള്ളിക്കൊണ്ടൊരു കൊടുങ്കാറ്റ് പോലെ അത്താനാസ്യൂസ് വീണ്ടും ചരിത്രത്തിലേക്ക് കയറി വന്നു. ഇത്തരം ഡോക്ടറിനെ മുഴുവൻ കടപുഴകി എറിഞ്ഞിട്ട് ലോക ക്രൈസ്തവരിൽ മഹാഭൂരിപക്ഷം ഇന്നും വിശ്വസിച്ചിരിക്കുന്നത് ദൈവപിതാവിനെ, ദൈവപുത്രനെ, ദൈവപരിശുദ്ധാത്മാവിനെ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെങ്കിൽ കാലത്തെ അതിജീവിക്കുന്ന ഈ ഉപദേശമാണ്, ചരിത്രത്തെ അതിജീവിക്കുന്ന ഉപദേശമാണ്, പ്രാണൻ പണയം കൊടുത്ത് വാങ്ങിയ സ്ഥാപിച്ചെടുത്ത ഉപദേശമാണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്നത്. ട്രിനിറ്റി തെളിയിക്കാൻ ചില വഴികളിലേക്ക് പോകാം. യേശു എപ്പോഴും എങ്കിലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? വാക്യം കുറിച്ചിട്ടുള്ളൂ. ആദ്യത്തെ വാക്യം, നിങ്ങൾ ഈ വാക്യം ഒരാളോട് പറയുമ്പോൾ ഒത്തിരി വാക്യം കൊടുക്കരുത്. കാരണം വാക്യം ഒരു സമ്പത്താണ്. അത് കയ്യിൽ ഇങ്ങനെ കിടക്കണം. ഈ എടുത്തധികം പ്രയോഗിക്കരുത്. കാരണം ഇത് തീർന്നു കഴിഞ്ഞ് അടുത്തേക്ക് പോകാന്ന് പറയണം. എങ്കിലും അടുത്ത കൊടുക്കല്ല. അത് നമ്മുടെ പണം കയ്യിൽ ഇരിക്കുന്ന പോലെയാണ് ഈ വാക്യം കൊണ്ട് എടുക്കുന്നത്. മൂല്യവത്തായ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 അവിടെ എന്താ കിടക്കുന്നത്? അവിടെ പറയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ വചനം ദൈവത്തോടെ ആയിരുന്നു പറഞ്ഞിട്ട് പിന്നെ ഈ വചനത്തെ ഒരു പേരിട്ട് വിളിക്കുക, അവൻ കൃപയും സത്യവും നിറഞ്ഞവനാണ്. അവൻ 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 കണ്ടുപോയത് വചനത്തെ പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരു പ്രയോഗമാണ് കണ്ടത്. ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ ഒരു വചനമാണ്. ഇനിയും ക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ ചില വാക്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ നമ്മുടെ സഹോദരൻ മുഹമ്മദ് ഈസിയോട് സംസാരിച്ച ഒരു കാര്യം, ഞങ്ങൾക്കൊരു ചർച്ച ഉണ്ടായിരുന്നൊരു കാര്യം. അന്നൊന്നും ഇതുപോലെ ഇങ്ങനെ പിടിക്കാനുള്ള സൗകര്യത്തില്ല. അതൊക്കെ പിടിച്ചിരുന്നെങ്കിലും ഒത്തിരി പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഇവരൊന്നും രംഗത്ത് വരികയില്ല. അതാ മറ്റൊരു സത്യം. നാട് നീളെ വെല്ലുവിളിച്ച് നടന്നാണ് നമ്മളെ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ 100 കണക്കിന് നമ്മുടെ കുട്ടികൾ മറുപടി പറയാൻ പ്രാപ്തരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്നുമല്ല അവരെന്നും കാലം തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന വേളയില് ഞാൻ പറഞ്ഞു, യേശുവിനെ തന്റെ ശിഷ്യൻ ദൈവം എന്ന് വിളിച്ചൊരു ഭാഗം തരാം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ തോമസ് കണ്ടു. തോമസ് കണ്ടിട്ട് ഒരു വിളിയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. കെട്ടിയൊരു വിടുത്തമാണ്. വായിച്ചിട്ടുണ്ടോ? ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ഇത് കണ്ടിട്ട് മുഹമ്മദ് ഈസ എന്നോട് പറഞ്ഞു തരിക, അത് ഭാഷക്ക് അറിയത്തില്ല കാര്യം. ഞാൻ പറഞ്ഞറിയാം. അങ്ങനല്ല, പിന്നെ എങ്ങനെ? കർത്താവായ യേശു മരിച്ചു, അടക്കം ചെയ്തു, ഉയർത്തെഴുന്നേറ്റപ്പോ ഈ മനുഷ്യൻ മരിച്ചുപോയി നശിക്കുമെന്ന് ഓർത്ത തോമസ്, സംശയാലുവായ തോമസ്, ഈ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടപ്പോൾ മുകളിലേക്ക് നോക്കി വിളിക്കുക, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് മുകളിലേക്ക് നോക്കി വിളിക്കുക, യേശുവിനെ അല്ലെന്ന്. നമ്മൾ ഉറപ്പാണോ? നിങ്ങളിപ്പോ മുസ്ലിം അല്ലാതായി. കാരണം എന്താന്ന് വെച്ചാൽ വളഞ്ഞ വഴിക്ക് നിങ്ങൾ എത്തിയ എവിടാന്നറിയോ? യേശു ഉയർത്തെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരും. യേശു ഉയർത്തെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം പോയി. കാരണം യേശുവിന് പകരം വേറെ ആരോ യേശു മരിച്ചില്ല എന്നാ നിങ്ങൾ പറയുന്നത്. അപ്പൊ അവിടെ കിട്ടി നമുക്ക് വേറൊരു ലൂപ്പ് ഹോള്, അതുവഴിയിട്ട് പൂട്ടി. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് ദുർവ്യാഖ്യാനമാണ് ഇവരെല്ലാം പറയുന്നത്. അപ്പൊ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യേശു എപ്പോഴേലും ദൈവമാണെന്ന് പറഞ്ഞു? യേശു ദൈവമാണെന്നും പറഞ്ഞില്ല, ദൈവപുത്രനാണെന്നും പറഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം ഇവിടെ ഉണ്ട്, അപൂർവമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാര്യം നിങ്ങൾക്കറിയാം. തന്നല്ലേ യേശുവിനെ ആരെങ്കിലും പുകഴ്ത്താൻ വന്നാൽ യേശു വരെ ഓടിക്കും. നിക്കോദിമോസ് എന്നൊരു മനുഷ്യനല്ലേ വക്കീലാ വന്നു. അയാൾ രാത്രി വന്നിട്ട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന്. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ചെയ്യാൻ നിനക്ക് കഴിയില്ലെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. നമ്മളാണെങ്കിൽ ഇത് കേട്ടാൽ അവിടെ ഇരുന്ന് അങ്ങ് ഹല്ലേലൂയ പറയും. മോനെ, നിനക്കെങ്കിലും ഒരു കൃപയുണ്ടായല്ലോ, നീ ആ ദൈവത്തിന്റെ ഒരു അടുത്തിരിക്കുന്ന ആളെന്നെല്ലാം പറഞ്ഞ് എവനെ പ്രൈസ് ചെയ്ത്. ഈ സംഭാഷണം നീട്ടാൻ ഇഷ്ടമില്ലാതെ യേശു പറഞ്ഞു, കുഞ്ഞു പോയിട്ട് വീണ്ടും ജനിക്ക്. എന്റെ കനേഷുമാരി പട്ടിയെ പേര് വന്നിട്ടില്ല, നിന്റെ പേരേ നമ്മുടെ സെൻസതി വന്നിട്ടില്ല, നീ പോയി വീണ്ടും ജനിക്ക്. നമ്മളാണ് എങ്ങനെ പറഞ്ഞേനെ? ഒരു വക്കീല് രക്ഷിക്കപ്പെട്ടു വന്ന ഇവരെ മനഃശാസ്ത്രപരമായിട്ട് അടുപ്പിച്ച് നിർത്തണ്ടേ? നമുക്ക് ഇവനെയും കൊണ്ട് നാളെ മുതൽ പ്രസംഗിച്ച് നടക്കാം. നമ്മൾ കുമ്പനാടി ഇവൻ അവസരം കൊടുക്കും നാളെ മുതൽ. കാരണം വക്കീലിന്റെ പ്രസംഗമല്ലേ 10 പേർക്ക് കേൾക്കാൻ കൊള്ളാം. ഇന്നലെ വരെ ഈ പത്രോസും ഈ അന്ത്രയോസും ഒക്കെ പ്രസംഗിച്ചു. നിങ്ങൾ നോക്കടാ, കഴിവുള്ള ഒരുത്തിനെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ലക്ഷ്യം മുഴുവൻ നിക്കോദിമോസ് ആയിരിക്കും നാളത്തെ പടം. യേശു ഒന്നും അല്ലാതാവും. യേശു ആ സംഭാഷണം നീട്ടിയില്ല, നീ പോകാൻ പറഞ്ഞു, അവനെ വിട്ടു. ആ പുള്ളി പോയി. എന്നാല് യേശുവിനെ ഇങ്ങനെ കളത്താമെന്ന് ഒത്തിരി പേരുണ്ട്. വാസ്തവത്തിൽ യേശുവിനെ മാന്യമായി അക്സെപ്റ്റ് ചെയ്ത ആളുകൾ ആരാന്ന് കേട്ടാൽ നിങ്ങൾ നടന്നു, അത് പിശാചാ. ലോകം തച്ചന്റെ മകനെന്ന് ആക്ഷേപിക്കുമ്പോ, ശാസ്ത്രം അറിയാത്തവരെന്ന് വിളിക്കുമ്പോ പിശാച് വിളിക്കുന്നത് മാന്യമായിട്ടാ. യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രാ ഒരു വിളിയാണ്. യേശു ഓടിച്ചതിനെ തന്നെ ആരെങ്കിലും ദൈവം എന്ന് വിളിക്കാൻ വന്ന, ദൈവോത്തരം എന്ന് വിളിക്കാൻ വന്ന ഒരുത്തൻ കയറി വിളിച്ചു നല്ലവനായ ഗുരു, അങ്ങനെ തന്നെ വിളിക്കരുത്, ദൈവം ഒരുവനെ നല്ലവനുള്ളൂ, മക്കൾ പൊക്കാണ് പറഞ്ഞു വിട്ടു. ഇവരെല്ലാം വിട്ടു. പക്ഷെ ഒരു ദിവസം ഫിലിപ്പിന്റെ കൈസരിയെ വെച്ച് യേശു ചോദിച്ച് നാട്ടുകാരനെ കുറിച്ച് പലതും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ ആരെന്ന് പറഞ്ഞു.
പത്രോസിനി എന്നാ കൊള്ളരാത്തവനാന്ന് ലോകം പ്രസംഗിച്ചാൽ അങ്ങേരുടെ ഒറ്റയടി ചാടി എന്നിട്ടിട്ട് പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കണ്ടില്ലേ, പത്രോസിനെ കർത്താവ് വിലക്കിയോ? നിക്കോദിമോസിനെ വിലക്കിയവൻ എന്തുകൊണ്ട് യേശു പത്രോസിനെ വിലക്കിയില്ല? എടാ, പറയേണ്ടവൻ പറഞ്ഞാൽ യേശു അംഗീകരിക്കുമെന്നായി പറയുന്നതിന്റെ അർത്ഥം. വീണ്ടും ജനിച്ചവന് മാത്രമാണ് യേശു ദൈവം, മനസ്സിലാക്കിക്കോണം. ദൈവപുത്രൻ എന്ന് വീണ്ടും ജനിച്ചവൻ പറഞ്ഞു, നീ ദൈവപുത്രൻ. പിശാചി പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്തില്ല, നീ പോകാൻ പറഞ്ഞു, മിണ്ടരുതെന്നു. വീണ്ടും ജനിക്കാത്ത. ഇനി ഒരു കാര്യം കൂടെ, യേശു ഭൂമിയിൽ വന്നത് ദൈവത്വം വെളിപ്പെടുത്താനല്ല, മനുഷ്യത്വം വെളിപ്പെടുത്താൻ. നിങ്ങൾക്കത് മനസ്സിലായോ? അതാ പറഞ്ഞൊരു മർമ്മമാണ്. യേശു ഭൂമിയില് രംഗപ്രവേശം ചെയ്തത് ദൈവത്വം വെളിപ്പെടുത്താനല്ല, ദൈവത്തിന്റെ മനുഷ്യത്വം, ഗോഡ് ബിക്കെയിം മാൻ എന്ന് വെളിപ്പെടുത്താനാണ്. എന്നൂടെ പറഞ്ഞുതരാം അതിന്റെ കാരണം പഠിച്ചു. പിശാച് യേശുവിന്റെ ദൈവത്വത്തെക്കാൾ ഭയപ്പെട്ടത് മനുഷ്യത്വത്തെയാണ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല? യേശു എന്ന മനുഷ്യനെയാണ് യേശു എന്ന ദൈവത്തെക്കാൾ പിശാച് പേടിച്ചത്. അതെന്താ കാര്യം? വ്യക്തമാക്കി തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ ഇപ്പൊ അവിടെ പോയി ജീവിക്കുന്ന പാലക്കാട് ഒക്കെ ഉള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യത്തിൽ പ്രതികരിക്കരുത്, മിണ്ടായിരുന്നോണം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ഒരു വ്യാജൻ ഒരു പാസ്റ്റർ എന്തൊക്കെ സാധനമൊക്കെ പറഞ്ഞ് നടക്കുന്നു, എന്താന്ന് വിളിക്കാൻ അറിയില്ല. തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പ്. അതായത് ഇന്റലിജൻസ് IB അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ്. പോലീസ് ഒന്നും വന്നാന്ന് കേൾക്കുകയില്ല, അതുപോലെ പിടിപാടും ഒക്കെയാണ്, വലിയ പുള്ളിയാണ്. ആ തട്ടിപ്പ്, കോടികളുടെ തട്ടിപ്പ് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണും. അപ്പോൾ ഇയാള് ഒത്തിരി തട്ടിപ്പ് നടത്തി. അപ്പോ നമ്മുടെ കോശി വൈദ്യം പാസ്റ്ററൊക്കെ ആ തട്ടിപ്പിൽ പെട്ടുപോയി. അദ്ദേഹത്തിന്റെ സഹോദരിയൊക്കെ പെട്ടുപോയി. അത്ര വലിയ റേഞ്ചിൽ. അത് നമ്മളെയും തട്ടിക്കുകയല്ല കേട്ടോ. നമ്മള് BPL-കാരൊന്നും പേടിക്കണ്ട, നമ്മളുടെ ശരാശരിക്കാരൊന്നും പേടിക്കല്ല. പുള്ളിക്ക് അതൊന്നും ഇല്ല, വലിയ റേഞ്ചിലാണ്. പിള്ളേർ പറയാം അത് വേറെ ലെവലാന്ന് പറഞ്ഞുള്ള കക്ഷിയാണ്. എങ്ങനെ പോയാലും പോലീസ് പിടിക്കാനൊക്കെ പുള്ളി വെട്ടിച്ച് മാറി. അങ്ങനെ ഇരിക്കെ ഇത് നല്ല കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് കെട്ടി. നല്ല കുടുംബം. അവരിതൊന്നും അറിഞ്ഞില്ല, ഇയാളെ സ്വഭാവം ഒന്നും അറിയത്തില്ല. നല്ല കുടുംബത്തിൽപ്പെട്ട. അപ്പൊ ഇയാള് കല്യാണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ഈ തട്ടിപ്പ്, ഈ സഹോദരി എല്ലാം മടുത്തു. നല്ല കുലീനത്തുള്ള കുടുംബത്തിലെ സ്ത്രീയല്ലേ, അവരെല്ലാം മടുത്തു. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഇയാളുടെ അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചപ്പോ പോലീസ് പിടിക്കാൻ തീരുമാനിച്ചു. ഇയാൾ വരുമെന്നറിയാം. മൊബൈൽ കോഡൊന്നും ഉപയോഗമില്ല, പക്ഷെ എങ്ങനെയോ ആളവിടെ വരും. അങ്ങനെ നമ്മുടെ ഈ ചിറ്റാറം സ്ഥലത്ത് ഈ KAP ഉണ്ട്, ആംഡ് പോലീസ് ഉണ്ട്. അവരെ കൊണ്ടൊക്കെ വിന്യസിച്ചു. DYSP-യുടെ നേതൃത്വത്തിലാണ്. പക്ഷെ നമ്മുടെ കഥാപുരുഷൻ അവിടെ വരികയും ചെയ്തു. അപ്പന്റെ ബോഡി കാണുകയും ചെയ്തു. അന്ത്യചുംബനം കൊടുക്കുകയും ചെയ്തു. അവൻ അന്ത്യചുംബനത്തിന്റെ രംഗം പിള്ളേരെ കൊണ്ട് ഫേസ്ബുക്കിൽ ഇടിക്കുകയും ചെയ്തു. അവനെ കിട്ടിയില്ല. മക്കളും 10-25 പോലീസ് ഒരു കമ്പനി വന്ന് വിടുന്നേ നിൽക്കുക, പിടിക്കാൻ വളഞ്ഞു നിൽക്കുക, കിട്ടിയില്ല. പഠിച്ച കളനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അതാണ് കാര്യം. കാലം കൂടെ കഴിഞ്ഞപ്പോ ഇവന് ഇയാളെ കൂടാന്നൊരു പിടിയില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യ വലിയ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചിലേക്ക്, ആ ചർച്ചിലൊരു ബാങ്ക് മാനേജർ ആരാധന കൂടാനാണ്. മാനേജർ നല്ല മനുഷ്യനാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കും, ആത്മീയനാണ്, ശാന്തനാണ്. അപ്പം അതേ ഇങ്ങനെ കേട്ട് ഇവരുടെ ഈ കഷ്ടപ്പാടൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ ഈ പേടിക്കണം, നിങ്ങളൊരു കാര്യം ചെയ്യുക, അത്യാവശ്യം ഇവരുടെ ഇതൊക്കെ ഒന്ന് സെറ്റിലാണ്, എനിക്ക് ഞാൻ ലോണ് തരാം, അത് നിങ്ങൾ വേറൊന്നും അതിനറിയില്ല പറഞ്ഞെല്ലാം റെഡിയാക്കി. ഒപ്പം ഇതേ ചിലപ്പം കൃപാവരമുള്ള ആളൂടാ, പ്രാർത്ഥിക്കും, ദൂത് പറയും, പേടിക്കാനൊന്നുമില്ല. തന്നെ പറഞ്ഞാൽ അവനോട് ഉഴപ്പെല്ലാം കളഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കാൻ പാടില്ല. ഇതെല്ലാം ഏറ്റു പറഞ്ഞു. ഒരു ദൂതം പറഞ്ഞു, ഇവരുടെ പ്രശ്നമെല്ലാം മാറും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഒരു 3 days ഫാസ്റ്റിംഗ് വേണേ ഞാനും ഇരിക്കാന്ന് പറഞ്ഞു. സമയം പോലെ ജോലിക്കിടെ ഇതൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ ഇരിക്കെ ചെയ്ത് കാര്യങ്ങളെല്ലാം ഒന്ന് ശാന്തമായി. ഇതേ ലോണിനുള്ള പേപ്പറെല്ലാം നീക്കി, അദ്ദേഹം തന്നെ 2 ജാമ്യക്കാരെയൊക്കെ കൊടുത്തു. അവരെല്ലാം ഒപ്പിട്ടു, മുദ്ര പേപ്പർ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പറയാം, അത്യാവശ്യം ഈ പ്രശ്നം തീർക്കാനുള്ള ലോണ് എന്തെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ഉപവസിക്കുന്ന വീട്ടിലേക്ക് നമ്മുടെ കഥാപുരുഷനെത്തി. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ പോലീസ് വളഞ്ഞു. ഈ നടത്തിയ ഭാഷയും പിടിച്ചു. കാരണം കുറ്റവാളിക്ക് സൈഡ് നിന്നാൽ അത് പ്രാർത്ഥനയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അകത്ത് പോകും. നമ്മൾ ഇന്നൊന്നും പോയി റിസ്ക് എടുക്കരുത്, മനസ്സിലായോ? ക്രിമിനൽ പ്രതിക്ക് വേണ്ടിയിട്ട് അയാളെയും പിടിച്ചു, ഒരു ഭാഷയും പിടിച്ചു, ദൂത് അറിയിക്കാൻ വന്ന ബാങ്ക് മാനേജരെയും പിടിച്ചു, പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടങ്ങ് പോയി. എവിടെ ഇതിലെ പോയി എന്ന് പോലും ആർക്കും ഇല്ല. കോട്ടയത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടിരുന്നു. നമ്മുടെ തട്ടിപ്പുകാരനെ അങ്ങോട്ട് തള്ളിവിട്ടു. നമ്മുടെ ഭാഷ തള്ളി, ഇവരെ ഭാഷ ഈ പുള്ളിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങോട്ട് മാറാന്ന് മാറ്റി നിർത്തി. ഇവിടെ ഈ ബാങ്ക് മാനേജരെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞു, ഇവനാ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു തള്ളാൻ കൊണ്ടു. ഇതെങ്ങനെ തള്ളി ഇങ്ങനെ തത്തി പോയിട്ട് ഈ
സർക്കിളിന്റെ മുമ്പിലേക്ക് ചെന്ന്. അദ്ദേഹം SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അങ്ങോട്ട് ചെല്ലി ഈ സർക്കിൾ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് ഇങ്ങനെ കൈകൊപ്പിട്ട് സാറെന്താ ഇവിടെ ഇങ്ങനെ വിറയ്ക്കുകയാണ്. അന്നേരം ആളിനെ മനസ്സിലായി, ഈ സാറാരാന്നറിയോ? ബാങ്ക് മാനേജർ അല്ല, ആള് വേറെയാ, വകുപ്പ് വേറെയാ, ഇന്റലിജൻസ്. ഇവനെ പൊക്കാൻ വേണ്ടി വേഷം മാറ്റി വിട്ട ഒരു SP വന്നിരിക്കുന്നത്. വേറെ ഒരുത്തരും ലോക്കൽ പോലീസിന് പോലും അറിയാം ഇയാളെ പിടിപാടറിയാം, അതിന് വിട്ടിരിക്കുകയാണ്. ബാങ്ക് മാനേജറുടെ വേഷത്തിൽ ഇങ്ങോട്ട് വിട്ടിരിക്കുക. അന്വേഷ പറഞ്ഞേ നല്ല പക്കാ ദൂത് പറഞ്ഞ ആള് നായരായിരുന്നുള്ള വേറെ സത്യം. കൃത്യം ദൂത്, കൃത്യ ആലോചന. കാരണം ഡോക്യുമെന്റ് എല്ലാം അവരുടെ കയ്യിലിരിക്കില്ലേ. ഇവൻ പോയ വഴി, നാൾ വഴികൾ കൃത്യയിരിക്കുക വെച്ചിട്ടാണ് നമ്മുടെ ഭാഷ പഠിച്ച് നമ്മുടെ ശൈലി പഠിച്ച് ഈ ദൂതെല്ലാം അടിച്ചത്. ഇനി പിടിച്ചങ്ങ് കൊടുത്തു, അവനെ ഏൽപ്പിച്ചു, കാര്യങ്ങൾ അതിന്റെ പിന്നാലെ പോയി. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? യൂണിഫോം ഇട്ട് വരുന്ന ഒരു പോലീസിനേക്കാൾ അപകടകാരിയാണ് മർച്ചിയിൽ വരുന്ന പോലീസ് എന്ന് പിടികിട്ടിയോ? യൂണിഫോം ഇല്ലാതെ വരുന്ന പോലീസ് പഠിച്ച കള്ളന്റെ തലയെടുക്കാതെ പോകില്ല. വേഷത്തിൽ മനുഷ്യനായി ദൈവോത്രം വന്ന എന്തിനാണെന്നറിയോ? സാത്താന്റെ തലയെ തകർക്കാനാ. അന്ന് മുതൽ സാത്താൻ ഒരു സംശയം, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാനെന്ന് പറ, എനിക്കൊന്നും മനസ്സിലാകട്ടെ. അപ്പോഴും പിശാചെ വിട്ടുപോ, ഇതാ ദൈവപുത്രൻ വരുന്നു. യേശു പറയും വിട്ടുപോ, കാരണം ഈ മനുഷ്യനെ പേടിയാ. ലോകത്ത് സാത്താൻ ഒരു മനുഷ്യരൂപം കൊണ്ട് അവനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിനെയാ പേടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഭൂതത്തെ ശാസിക്കുമ്പോൾ പറയുന്ന പേര് കണ്ടോ, ലോക്കൽ അഡ്രസ്സാ പറയുന്നത്. പാലക്കാട് പോലെ ഉള്ളൊരു സ്ഥലത്തെ ഗ്രാമത്തിന്റെ അകളി പോലൊരു സ്ഥലത്തിന്റെ പേര് കൊണ്ട് പറയാ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ. എന്താ സ്വർഗത്തിലെ അഡ്രസ് അല്ല പറഞ്ഞ, ഭൂമിയിലെ. കാരണം മനുഷ്യനായി വന്ന ക്രിസ്തുയേശുവിനെ സാത്താൻ ഭയക്കും, അവൻ വിറയ്ക്കും. കാരണം ഈ ശരീരം എടുത്തപ്പോഴാണ് അവന് ക്രൂശിൽ മരിക്കാൻ പറ്റിയത്. ആ പുണ്യാകരക്തത്തിലാണ് നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടായത്. അതുകൊണ്ട് അവൻ ഭൂമിയിലായിരുന്നപ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പേരെന്താ? മനുഷ്യപുത്രൻ. പക്ഷേ ദൈവം എന്നവനെ വെളിപ്പാടുള്ളവരൊക്കെ വിളിച്ചു. റോമാലേഖനം 9:5 റെഫറൻസ് കുറിച്ചിട്ടുള്ളൂ. അവിടെ പറയാ, നമ്മുടെ കർത്താവിനെ വിളിച്ചിരിക്കുക, സകലത്തിനും മീതെ അവൻ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. 1 തിമോഥെയോസ് 2:13 പറയുക, അവൻ മഹാദൈവമാണ്. യോഹന്നാന്റെ ലേഖനം 5:20 റെഫറൻസ് കുറിച്ചിട്ടുള്ളൂ. അവിടെയും പറയാണ്, സത്യദൈവവും നിത്യജീവനുമാണ് യേശു. അപ്പോൾ ദൈവത്തോട് വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇനി ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം പരിശോധിക്കുക. അതിന്റെ 5-ാം വാക്യത്തിൽ കിടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ ദൈവത്തോട് സമത്വമുള്ളവൻ അത് ഉരിഞ്ഞു വെച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നിത്യതയിൽ, നമ്മുടെ നിത്യതയിലും ഈ ദൈവപുത്രനുണ്ട്, ദൈവപിതാവുണ്ട്, ദൈവപരിശുദ്ധാത്മാവുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് ഈ വിഷയത്തെ അഭ്യസിക്കുവാൻ വീണ്ടും അവസരമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകട്ടെ. ഒരു വസ്തുത പഠിച്ചു എന്ന ഒരു കോൺഫിഡൻസിലല്ല പോകേണ്ടത്. യേശുവിനോട് കൂടുതൽ എടുക്കാൻ, ദൈവത്തിനുള്ള പിതാവിനോട് എടുക്കാൻ നമുക്ക് കൂടുതൽ പ്രാപ്തിയും കൃപയും ഒക്കെ അവൻ തരട്ടെ. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾക്കുള്ള ഒരവസരം, അതിലൂടെ നമുക്ക് അല്പനേരം കൂടെ യാത്ര ചെയ്ത് യഥോചിതം പര്യവസാനിപ്പിക്കാം. ഞാൻ തൽക്കാലം ഈ വെബിനാറിലെ എന്റേതായ സമയത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ അനിവാര്യമായ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ട്രിനിറ്റി എന്ന വിഷയത്തെ കുറിച്ച് വളരെ സവിസ്തരമായി നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പ്രിയ കർത്താവിന്റെ ദാസൻ നമുക്ക് വിവരിച്ചു തന്നല്ലോ. അതിൻ്റെ തിയറിയെക്കുറിച്ചും അത് പ്രായോഗിക ജീവിതത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ നാം ഇന്ന് കേൾക്കുവാനിടയായി. കർത്താവിന്റെ ദാസനെയും ധാരാളമായി സഹായിച്ചല്ലോ. ഇത്രത്തോളം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ നാളുകളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവവചനത്തിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ദൈവവചനത്തിൽ തന്നെ അതിനുള്ള ആൻസേഴ്സ്, അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് കർത്താവിനദാസൻ നമ്മെ ഓർപ്പിച്ചു. അതിനുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവിനദാസൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ചോദ്യം ഈ ട്രിനിറ്റി എന്ന വിഷയത്തെക്കുറിച്ച്, ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാനുള്ള അവസരമാണ്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ആ ചോദ്യം കർത്താവിനദാസനോട് ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ പ്രഭാഷണത്തിൽ
കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ അതിനായി നിങ്ങൾക്ക് അവസരം നൽകുന്നു. കർത്താവദാസൻ അനിൽ കൊടിത്തോട്ടം, ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു, റിട്ടയർഡ് ആയ ആളാണ്. ഓ, താങ്ക് യു സാർ. മാത്യു, കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ എന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്നു. ഇത് ഇപ്പോൾ അങ്ങ് ആ തത്വത്തിന്റെ മുദ്രയെ പറ്റി പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ ചൂടടയാളം എന്നുള്ളതിനെ പറ്റി ഒരു വിവരണം തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. താങ്ക് യു. അപ്പൊ പറ്റും. അതായത് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ഒരു നല്ല യൗവനത്തിലാണ് കർത്താവിലേക്ക് വരുന്നത്. അപ്പോസ്തലൻ ജനിച്ചു വളർന്ന സ്ഥലം നമ്മുടെ തർസോസാണ്. ഈ തർസോസ് ജൂവലറികളുടെ നാടാണ്. താർസിസ്റ്റോൺ എന്നൊരു പേരിൽ നിന്നാണ് തർസോസ് എന്ന പദം ഉണ്ടാകുന്നത്. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പേറിയ ഒരു നദി ഒഴുകുന്ന സ്ഥലമാണ്. സിറ്റ്നസ് എന്നാണ് അതിന്റെ പേര്. രസകരമാണത് ആ കാര്യം. ഞാൻ ഒരു പശ്ചാത്തലം ഒന്ന് പ്രയോജനപ്പെടും. ഇത് വന്ന് മെഡിറ്ററേനിയൻ പതിക്കുക. മെഡിറ്ററേനിയൻ വന്ന് സിറ്റ്നസ് പതിക്കുന്നതിന്റെ 10 മൈൽ പുറകിലാണ് ഈ സ്ഥലം. ഇതിലൊരു നൗകാശയമുണ്ട്, കപ്പൽ വരാനുള്ള വഴി. ഈ ആന്റണിയും ക്ലിയോപാട്രയൊക്കെ സഞ്ചരിച്ച വഴിയാണ്. ഇപ്പൊ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇവിടെയാണ് അലക്സാണ്ടർ ലാസ്റ്റ് വന്ന് കുളിക്കുന്നത്. മരണമൊക്കെ നടക്കുന്നതിന് മുമ്പ്. ഇവിടെ ഇതിനു ശേഷം അലക്സാണ്ടർ കുളിച്ചിട്ടില്ലെന്നാ ചരിത്രം. അപ്പൊ ഈ പോൾ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ ഈ സ്ഥലത്താണ്. അപ്പൊ ഞാനതുകൊണ്ട് സാറിനെ പറയാറുണ്ട്, ലോകം വെട്ടിപ്പിടിക്കാൻ പോയ അലക്സാണ്ടർ ഇവിടെ വന്ന അവസാനം തീർന്നു കുളി. അതിനുശേഷം മരിച്ചു ചിലപ്പം കഴിഞ്ഞു. പക്ഷേ ലോകത്തെ സുവിശേഷീകരിക്കാൻ ഇവിടുന്നാണ് ഒരുത്തൻ ജീവിതം ആരംഭിച്ചത്. അപ്പോൾ സ്വത്തും കുലമഹിമയും കുടുംബശ്രേഷ്ഠതയും അറിവും പാണ്ഡിത്യം ഒക്കെ ഉള്ളൊരു മനുഷ്യൻ പിന്നീട് സംഭവിക്കുന്നതല്ല, തൻ്റെ സ്വന്തം ശരീരത്തെ ത്യജിച്ച് കഠിനാധ്വാനിയായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ശരീരത്തിൽ രോഗമുണ്ട്, ക്ഷീണമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മരണാസനായി കിടന്നൊരു സ്ഥലമുണ്ട്. കൊട്ടയ്ക്കകത്തിറക്കിയ ആളിനെ രക്ഷപ്പെടുത്തിയ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ ചൂടടയാളം വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നു യേശുവിനെ കുറിച്ചുള്ള പറയുന്നത്. അതും ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ്. അതായത് ഈ അടിമ ഉടമ സമ്പ്രദായം നിലനിൽക്കുക, ഡൂലോസ്. അടിമയെ വിൽക്കുമ്പോൾ ഈ പരിപൂർണ വിധേയത്വത്തിന് വേണ്ടി, അതായത് ഇയാൾക്ക് പിരിഞ്ഞു പോകാനുള്ള അവസരമൊക്കെ കൊടുക്കണം റോമിലെ രീതി അനുസരിച്ച്. ആ പിരിഞ്ഞു പോകാൻ മനസ്സില്ലാത്തവനെ കാതു തുളച്ചെന്നേക്ക് അടിമയാക്കുന്ന ഒരു പ്രവണത നമുക്കതറിയാം. അത് ഓൾഡ് ടെസ്റ്റമെന്റിലുമുണ്ട്. അതൊരു അടയാളമാണ്. ഇവിടെ ഇങ്ങനെ അടിമത്തത്തിന്റെ ഒരു അടയാളം, കാതു തുളച്ച് എന്നേക്കും ഇവൻ എനിക്ക് ദാസനായിരിക്കും. എന്നിട്ട് ഇതിലൊരു റിങ് വിടും, വെറുതെ തുളയല്ല. ഈ റിങ്ങിന്റെ അഗ്രത്തില് യജമാനന്റെ പേരുകൾ. ഇത് വേറെ ആർക്കും ഇനി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം അടയാളങ്ങളിലൂടെ അടിമകളെ ഐഡന്റിഫൈ ചെയ്തിരുന്നു, ആരുടേത്, മറ്റാരും വാങ്ങാതിരിക്കാൻ. അത് ചിലപ്പോൾ ഉടമയുടെ പേരോ ആ പേരിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ലോഗോ ഈ തീച്ചട്ടിയിൽ വെച്ച് പൊള്ളിച്ച് ശരീരത്തിൽ കുത്തുന്ന ഒരു പതിവുണ്ടായി. ഇത് കണ്ട അടിമ, മിക്കവാറും നെറ്റിയിലാണ്. അപ്പോൾ ഈ പേര് കൊത്തിയ ഒരാളിനെ വേറൊരാൾക്ക് വാങ്ങാൻ പറ്റില്ല, അവന് സ്വാതന്ത്ര്യമില്ല. അപ്പൊ അവന്റെ ജീവിതം ഏതാണ്ട് അതിലാണ്. അങ്ങനെ അങ്ങ് പോവാം. അവൻ എത്ര ദുസ്സഹമായിരിക്കും അതെന്ന് ഓർക്കാം. കാരണം സ്വാതന്ത്ര്യം ഇല്ല, എങ്ങും പോകാൻ പറ്റില്ല. അപ്പൊ പൗലോസ് അത് എൻജോയ് ചെയ്യുക, അത്തരത്തിലൊരു വിധേയത്വം. അത് അക്ഷരാർത്ഥത്തിലൊരു മുറിവല്ല, മറിച്ച് ഞാൻ യേശുവിന്റെ ആജീവനാന്ത ദാസനാണ് എന്നുള്ള ആ എന്റെ കമ്മിറ്റ്മെന്റ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുന്നു, ഒരു രൂപകാർത്ഥമാണ്. അപ്പോൾ ഇനി ഞാൻ ആർക്കും അടിമയല്ല. ഐ ആം ഫുള്ളി എ ലംസം കമ്മിറ്റ്മെന്റ്, എ ടോട്ടൽ ഡെഡിക്കേഷൻ. അത് അംഗപ്രത്യംഗമായ വിധേയത്വം. ഒരു വിധത്തിലും ഞാൻ മറ്റാർക്കും അല്ല, യേശുവിന് ദാസനാണ്. ആ ഒരു ബോധ്യമാണ് ആ പദം, രൂപകാർത്ഥമാണ്.